ലില്ലി പ്രോഗ്രത്തിൽ രണ്ടുമാണ്. സർവൈവറാണ് ഞാൻ, റിപ്പോർട്ടറാണ്, വിറ്റ്നസ്സുമാണ്. എൻ്റെ തൊട്ട് മുന്നിൽ ആളുകൾ കൂടിയിട്ട് അടിച്ച് കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ മോബ് എന്നെ ചുറ്റിയിട്ടുണ്ട് അന്ന് രാത്രി. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ മോബിൻ്റെ കൂടെ. സ്ത്രീ ഇങ്ങനെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അവിടെ കൊന്നിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ പ്രതികാരം ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ട്. നിങ്ങളടുത്ത് ടാഗ് ഇല്ല അപ്പോൾ? ഞാനൊന്നും വെക്കില്ല. ഞാൻ ടാഗ് തീരെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. നമ്മൾ ഫ്ലൈ ഇൻ ദ വാൾ എന്നുള്ള രീതിയിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ ആരൊക്കെ മുഖം കൊടുക്കാണ്ട് എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ജേർണലിസം സത്യത്തിൽ ഈ പണിയാണെങ്കിൽ ചെയ്യണം എന്നുള്ള സാധനം വന്നത് വിയുമ്മാനെ കാണാൻ പോയപ്പോഴാണ്. പരപ്പനങ്ങാടി സക്കരിയൻ്റെ ഉമ്മാനെ. പക്ഷെ വിയുമ്മയായിരിക്കും ആ രീതിയിൽ ഇങ്ങനെ മൊത്തത്തിൽ നയിക്കുന്നൊരു ഇത് നിർത്താനുള്ള സക്കരിയ വീട്ടിൽ നിന്ന് തിരിച്ചു നയിച്ചാൽ ചിലപ്പോൾ ഞാൻ ജേർണലിസം തന്നെ നിർത്തിപ്പോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റിയുടെ ബേസ് ഇഷ്യൂ? 2017 അതിൻ്റെ പീക്ക്. ഒരു ജനസൈഡ് എന്ന് പറയുന്നത് അമേരിക്കൻ US-ൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജനസൈഡ് ആയിട്ട് പ്രഖ്യാപിച്ചാണ്. ഫേസ്ബുക്കിനെതിരെ റോഹിംഗ്യാസ് ഒരുപാട് കേസുകൾ ഇപ്പം ഇൻ്റർനാഷണൽ കോർട്ടുകളിലുണ്ട്. ഫേസ്ബുക്ക് കാരണം ഉണ്ടായിട്ടുള്ളൊരു ജനസൈഡ് എന്ന് കൂടെ പറയാൻ പറ്റിയ സാധനമാണ് റോഹിംഗ്യക്കെതിരെയുള്ളത്. ഫലസ്തീന് പോലെ തന്നെ ഇന്ന് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു ലാർജർ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ടുള്ള ഡിപ്പോർട്ടേഷനും ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് റോഹിംഗ്യൻ മുസ്ലിംസ് ആണെങ്കിൽ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. ജനസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളൊന്നായി കത്തിക്കുക, ആളുകളെ ചുട്ടുകൊല്ലുക, അതിൻ്റെ ഒരു ഉന്മാദിയിൽ കൊല്ലുന്ന ആളുകൾ. തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ അതായത് ബോർഡറിൽ കൊണ്ടുപോയി വെക്കും, തോക്ക് ചൂണ്ടും, എന്നിട്ട് എന്ത് ചെയ്യും, അവരോട് അങ്ങോട്ടേക്ക് പോകാൻ പറയും. അതുകൊണ്ട് ഒരു റിപ്പോർട്ടിങ് നമ്മൾ പകുതി വെച്ചിട്ട് തിരിച്ചു പോന്നിട്ടില്ല. പേടിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ലാത്തതാണോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും ഡാർക്ക് അടിക്കണം നമ്മൾ വിചാരിച്ചില്ല. ഇല്ലല്ല, എനിക്ക് ഒന്നും പറയാൻ കിട്ടില്ല. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഷഹീൻ അബ്ദുള്ളയാണ്. നമ്മൾ കഴിഞ്ഞ മക്തൂബ് ഫൗണ്ടർ അസ്ലേഖൻ്റെ ഒപ്പം എപ്പിസോഡ് വെച്ചപ്പോൾ കുറേ റെഫറൻസുകൾ ഇങ്ങനെ വന്നിരുന്നു ഷഹീൻ അബ്ദുള്ളേൻ്റെ. നമുക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്റ്റോറി കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് നമ്മളെ പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നതിന് കാരണം വേറെ ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫലസ്തീനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത്. പക്ഷേ ഫലസ്തീന് പോലെ തന്നെ ഇന്ന് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു ലാർജർ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ടുള്ള ഡിപ്പോർട്ടേഷനും ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് റോഹിംഗ്യൻ മുസ്ലിംസ് ആണെങ്കിൽ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഭയങ്കര എക്സ്ക്ലൂസീവായിട്ട് മക്തൂബ് മീഡിയ ഔട്ട് ചെയ്തിരുന്നൊരു ന്യൂസ് ഉണ്ട്. ഈ മെയ് 12-നല്ലേ ന്യൂസ് ഔട്ട് ചെയ്യുന്നത്? 11-ന്. അതായത് 40 പേരെ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് മ്യാൻമറിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര എക്സ്ക്ലൂസീവായിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഷഹീൻക്കാണ് ആ സാധനം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് തുടങ്ങാൻ തോന്നുന്നു എങ്ങനെ, അതായത് എന്താണ് റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റിയുടെ ബേസ് ഇഷ്യൂ? ഇത് ഞാൻ വളരെ ബേസ് ലെവലിൽ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എനിക്ക് അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ എനിക്കും കൂടെ പഠിക്കാം, പ്ലസ് നമ്മളൊരു ഓഡിയൻസിനും ചിലപ്പോൾ ചിലവരിത് കേട്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ബേസ് ലെവലിൽ എങ്ങനെയായിരിക്കും ഈ ഇഷ്യൂ? ഈ ജനസൈഡൽ ത്രെട്ട് അനുഭവിക്കുന്ന മുസ്ലിം സമൂഹങ്ങൾ വേറെ ഉണ്ട്. സ്വാഭാവികമായിട്ട് സുഡാന് ഇപ്പം ഗസ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 2 മില്യൺ ആണെങ്കിൽ സുഡാനിൽ ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നടക്കുന്നത് സുഡാനിലാണ്. 10 മില്യൺ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണമില്ല. ഏറ്റവും വലിയ ഫെമൈൻ സത്യത്തിൽ അവിടെ ആയിരിക്കും. ഉയ്ഗൂർ നമ്മളൊരു കോൺഫറൻസിൽ പെണ്ണായിരുന്നു. അപ്പോൾ ഉയ്ഗൂറിലെ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ ചൈനയിലൊക്കെ എത്തുന്ന ഞങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പം അതിൽ പിന്നെ വരുന്നതാണ് റോഹിംഗ്യാസ്. അതേപോലെ യമൻ സത്യത്തിൽ മറന്നു പോകാൻ പറ്റാത്ത സാധനമാണ്. ഏറ്റവും കൂടുതൽ സത്യത്തിൽ പട്ടിണി കൊണ്ട് ആളുകൾ മരിച്ചിട്ടുണ്ടാകുന്നൊരു അടുത്ത കാലത്ത് മരിച്ചിട്ടുണ്ടാകും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ നടന്നതാണ് യമനൊക്കെ. അപ്പം റോഹിംഗ്യ അതേപോലെ 2017 അതിൻ്റെ പീക്ക്. ഒരു ജനസൈഡ് എന്ന് പറയുന്നത് ആളുകളെ ഏറ്റവും മൃഗീയമായിട്ട് കൊന്ന ഒരു ജനസൈഡ്. അതായത് അമേരിക്കൻ US-ൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജനസൈഡായിട്ട് പ്രഖ്യാപിച്ചാണ്. ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജനസൈഡായിട്ട് ഗാംബിയ കൊടുത്ത കേസിൽ ജനസൈഡ് എന്ന് ഇതാക്കിയതാണ്. ജനസൈഡാണ് എന്ന് ഡിക്ലെയർ ചെയ്ത സാധനമാണ്. അങ്ങനെയുള്ളൊരു സമൂഹമാണ് റോഹിംഗ്യ ഒരു എത്നിസിറ്റിയാണ്, ഒരു വംശം എന്നുള്ള രീതിയിൽ. അതൊരു വംശീയമായിട്ടുള്ള ഒരു ജനസൈഡും കൂടിയായിരുന്നു.
അവർ ഈ ബംഗാളി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ നിൽക്കുന്ന മ്യാൻമാറിൻ്റെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന റാങ്കി സ്റ്റേറ്റിൽ ഉള്ള ആളുകളാണ് റോഹിംഗ്യാസ്. അതുകൊണ്ടാണ് അവർ ഈ ആൻറ്റി റോഹിംഗ്യൻ അവിടുത്തെ വലിയ പാർട്ടികളും ആളുകളൊക്കെ ബംഗാളീസ് എന്ന് അവരെങ്ങനെ അവർക്ക് ആ ഒരു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആസാമിലുള്ള ആസാമിൻ്റെ ദേശീയതയിൽ അവരുടെ ഒരു ആൻറ്റിത്തീസിസ് അല്ലെങ്കിൽ അവരുടെ എനിമി ആയിട്ട് വരുന്നതാണ് ബംഗാളി സ്പീക്കിംഗ് മുസ്ലിംസ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെയാണ് റോഹിംഗ്യയും വന്നിട്ടുള്ളത്. വേറൊരു പ്രത്യേകത സത്യത്തിൽ റോഹിംഗ്യക്കെതിരെയുള്ള ഈ വംശീയതക്ക് ഒരു ആക്കം കൂട്ടുന്ന സത്യത്തിൽ RSS ഉണ്ടാക്കിയ കുറേ ലിറ്ററേച്ചറാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പഠനം നടക്കുന്നുണ്ട്. അത് അവർ അതിൽ കൂടുതൽ അതൊരു റിപ്പോർട്ട് സത്യത്തിൽ കഴിഞ്ഞ വർഷം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RSSൻ്റെ ലിറ്ററേച്ചർ വെച്ചുകൊണ്ട് അവിടുത്തെ ബുദ്ധിസ്റ്റ് മോങ്സ് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ചില ബുദ്ധിസ്റ്റ് രൂപങ്ങൾ എന്താണ്, വളരെ വയലൻ്റ് ആയിട്ടുള്ള രൂപമാണ്, ലോകത്തേറ്റവും സമാധാനം പറയുന്ന ആളുകളാണ് കൂടി. അവരിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ്, അവരാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സ്പീച്ചസ് കൊടുത്തുകൊണ്ട് റോഹിംഗ്യക്കെതിരെയുള്ള വംശീയത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെന്നു മുതലാണ് ഈ സാധനം തുടങ്ങുന്നത് ഇവിടെ മ്യാൻമാറിൽ? 90കളിൽ തുടങ്ങുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ ചെയ്ത് വന്ന് 2015 അവരുടെ പൗരത്വം നിഷേധിക്കുന്നുണ്ട്, അവർ പൗരത്വം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. 2010 മുതലൊക്കെ ഇന്ത്യയിലേക്ക് റോഹിംഗ്യാസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ജനസൈഡിൻ്റെ ഒരു സ്റ്റേജസ് കൃത്യമായിട്ട് വന്നാണ്. ഫേസ്ബുക്കിനെതിരെ റോഹിംഗ്യാസ് ഒരുപാട് കേസുകൾ ഇപ്പം ഇൻ്റർനാഷണൽ കോർട്ടുകളിലുണ്ട്. ഫേസ്ബുക്ക് കാരണം ഉണ്ടായിട്ടുള്ളൊരു ജനസൈഡ് എന്ന് കൂടെ പറയാൻ പറ്റിയ സാധനമാണ് റോഹിംഗ്യക്കെതിരെയുള്ളത്. ഞാനിപ്പോൾ അടുത്ത് ഒരു ഡോക്യുമെൻ്ററി കണ്ടിരുന്നു. അപ്പോൾ അതിൽ അതായത് മ്യാൻമർ എന്ന് പറയുന്നത് അത്രയും ഓപ്പൺ അപ്പ് അല്ലാത്തൊരു കൺട്രി ആയിരുന്നല്ലോ. അങ്ങനെ ആ കൺട്രി പിന്നെ USA കരാറൊക്കെ വെച്ചിട്ട് ഓപ്പൺ അപ്പ് ആവുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ആ മാർക്കറ്റിലേക്ക് ഒരുപാട് മൊബൈൽ ഫോൺസ് വരുന്നു. അത്രയും കാലം ഫോൺസ് ഇല്ലാത്ത, ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത ഒരു രാജ്യത്തേക്ക് 38% 40% ആളുകളിലേക്ക് ഫോൺ വരുന്നു. അങ്ങനെ അതിലൂടെ ഫേസ്ബുക്ക് വളരുന്നതോട് കൂടിയിട്ട് ഈ ആൽഗോരിതം ഡെവലപ്പ് ആവുന്നതോട് കൂടിയിട്ട് ആളുകൾ ഹെയ്റ്റ് സ്പീച്ചിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഒരുപാട് പെറ്റീഷൻസും വാർണിങ്സും ഒക്കെ പോകുന്നുണ്ടല്ലോ ഫേസ്ബുക്കിന്. പക്ഷേ അത് ഫേസ്ബുക്ക് തീരെ അത് പരിഗണിക്കാതെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഫേസ്ബുക്കിൻ്റെ ആൽഗരിതത്തിനെതിരെ ഏറ്റവും വലിയ ആരോപണമുള്ളത് സത്യത്തിൽ റോഹിംഗ്യ മുസ്ലിംസിന് അല്ലെങ്കിൽ റോഹിംഗ്യ കമ്മ്യൂണിറ്റിക്കെതിരെ നടന്നിട്ടുള്ള വംശത്തെയായിട്ട് ബന്ധപ്പെട്ടാണ്. ആംനസ്റ്റിൻ്റെ റിപ്പോർട്ടുകളുണ്ട്, ഇൻ്റർനാഷണൽ റിപ്പോർട്ട്സ് ഉണ്ട്, അവർ തന്നെ ഇൻറ്റേർണൽ റിപ്പോർട്ട്സും വിസിൽ ബ്ലോവേഴ്സും ഒക്കെ പറയുന്നത് ഇത് റോഹിംഗ്യ വിഷയത്തിൽ ഹെയ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഹെയ്റ്റിനെ എൻഡോസ് ചെയ്യുന്ന രീതിയിലൊരു ആൽഗരിതം അതിനുണ്ട് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കിയത് റോഹിംഗ്യ വിഷയത്തിലെടുത്തത്. ഇന്ത്യയിൽ നിന്ന് പോലും ആളുകൾ അതിനെതിരെ ഫേസ്ബുക്കിനെതിരെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നൊരു ജനസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളൊന്നാകെ കത്തിക്കുക, ആളുകളെ ചുട്ടുകൊല്ലുക എന്നുള്ള ഒരു, ഇപ്പോൾ നമ്മൾ ഗസ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ബോംബിങ് ക്യാമ്പയിനൊക്കെ അപ്പുറത്തേക്ക് ചുട്ടുകൊല്ലുക, അതിൻ്റെ ഒരു ഉന്മാദിയിൽ കൊല്ലുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. റോഹിംഗ്യ അങ്ങനെ എടുത്തു പറഞ്ഞാൽ വെച്ചാൽ റോഹിംഗ്യൻ്റെ ഗ്രൂപ്പ് തന്നെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളുണ്ട് അവിടെ, ഇപ്പോഴും അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2017 ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു, അടിച്ചമർത്തി അതൊരു വംശീയതയിലേക്ക് എത്തി. ആ 2017 ആകുമ്പോഴേക്കും മിലിറ്ററി വരെ അതിൻ്റെ കൂടെ ചേർന്നിട്ട് അല്ലേ ഈ മിലിറ്ററിയാണ് ജനസൈഡ് നടത്തുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. മിലിറ്ററിയാണ് അവിടെ ജനസൈഡ് നടത്തുന്നത്. അന്ന് സിവിലിയൻ ഗവൺമെൻറ്റാണ്, സൂചിയുടെ ഗവൺമെൻറ്റാണ്. നോബൽ പ്രൈസ് വാങ്ങിയ സൂചിയായിരുന്നു അന്ന് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ സൂചിക്കെതിരെ പോലും എന്തുണ്ട്, അറസ്റ്റ് വാറൻറ്റുകളും ഒരു അർജൻറ്റീന കോർട്ട്, ഈ വർഷം അർജൻറ്റീന കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കെതിരെ വാറൻറ്റുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം സിവിലിയൻ ഗവൺമെൻറ്റും അവിടുത്തെ മിലിറ്ററിയൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് റോഹിംഗ്യക്കെതിരെ. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ട, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദരിദ്രരായിട്ടുള്ള ഒരു സമൂഹം കൂടിയാണ് റോഹിംഗ്യാസ്. അവർ കൂടുതലും അവിടുത്തെ നദിയിൽ നിന്ന് മീൻ പിടിച്ച് അന്നന്നത്തെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയാണ് ജീവിതശൈലി നയിക്കുന്ന ആൾക്കാരാണ് അവർ. ബംഗ്ലാദേശിലാണ് ഏറ്റവും വലിയ ക്യാമ്പ്, കോക്സ് ബസാർ, ലോകത്തുള്ള ഏറ്റവും വലിയ റെഫ്യൂജി ക്യാമ്പുള്ളത്
കോക്സ് ബസാറിലാണ്. എനിക്ക് തോന്നുന്നു 1 മില്യൺ ആളുകളുണ്ട്, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള UN ഡോക്യുമെൻറ്റേഷൻ അനുസരിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. അവിടുന്നും ചെല്ലാത്ത നേരത്തെ ഇന്ത്യയിലേക്ക് വന്ന ആളുകളാണ് പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. നേരത്തെ ഇന്ത്യയിൽ വന്ന് ലോങ് ടേം വിസ കിട്ടിയ, അതായത് 2017 വരെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, റോഹിംഗ്യാസിനെ റിഫ്യൂജി സ്റ്റാറ്റസ് എന്നുള്ളൊരു ഡൊമസ്റ്റിക് പോളിസി എന്നുള്ള റിഫ്യൂജീസിനെ വരാൻ സമ്മതിച്ച രാജ്യമായിരുന്നു. 2017 ഈ വംശഹത്യ നടക്കുമ്പോൾ ഒരു കരുതൽ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഹോം മിനിസ്ട്രി ഒരു ഡയറക്റ്റീവ് ഇറക്കുകയാണ്, റോഹിംഗ്യാസ് വരും, അവരെ പിടിച്ചു കൂട്ടണം, അവരെ ഡിപ്പോർട്ട് ചെയ്യണം എന്നുള്ള. മ്യാൻമാർ സ്വീകരിക്കൂല, അപ്പം എങ്ങോട്ട് ഡിപ്പോർട്ട് ചെയ്യാന്ന് ഇന്ത്യക്കും അറിയില്ല. അതുകൊണ്ട് ആ ഒരു ക്രൈസിസ് ആയിരുന്നു ഇന്ത്യ അനുഭവിച്ചത്. ഇന്ത്യ 2021 ഒരു 14 വയസ്സുള്ള പെൺകുട്ടീനെ ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗേറ്റ് തുറന്നിട്ട് അങ്ങോട്ടേക്ക് തള്ളിവിട്ട്, പക്ഷേങ്കിൽ അപ്പുറത്തുള്ള മ്യാൻമാർ എന്ത് ചെയ്തില്ല, ഗേറ്റ് തുറന്നില്ല. അങ്ങനെ കുറേ നേരം കാത്തു നിന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ്ലെസ് എന്നുള്ള കൺസിഡറേഷനിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടിയാണ് മ്യാൻമാറിലല്ല റോഹിംഗ്യ കമ്മ്യൂണിറ്റി എന്നുള്ളത്. ലോകത്തെല്ലാവരും ഉണ്ട്. അവർ അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പല പല ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു ഇഷ്യൂ സംഭവിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്ത റോഹിംഗ്യൻ ആളുകളല്ലേ? അതെ. നമ്മൾ ഈ സ്റ്റോറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മെയ് 7 നമുക്ക് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിലെ അട്രോസിറ്റീസൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അവരിങ്ങനെ റോഹിംഗ്യ ക്രിസ്ത്യൻസ്, അവർ കൂട്ടത്തിലൊരു മൈനോറിറ്റിയാണ് റോഹിംഗ്യ ക്രിസ്ത്യൻസ് എന്നുള്ളത്. അപ്പം അവരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ല അവരെ ഡീപ്പോർട്ട് ചെയ്തതല്ല, ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജാണ്, അങ്ങനെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഡിറ്റൻഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം വരുന്ന ഡിറ്റൻഷൻ കുറച്ചും കൂടെ ശ്രദ്ധ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിൽ സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ തരുന്നൊരു കോണ്ടാക്റ്റ്, അതായത് നേരത്തെയുള്ള റോഹിംഗ്യ കോണ്ടാക്റ്റ് അല്ലാത്തൊരു പുതിയ കോണ്ടാക്റ്റാണ്. അപ്പം അവരോട് സംസാരിച്ച്, അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ഡീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഏതാനും മണിക്കൂറിൻ്റെ ഉള്ളിൽ അങ്ങനെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഡീപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരുപാട് സമയം എടുത്തുള്ള പ്രോസസ്. ജമ്മുന്ന് നേരത്തെ ഡീപ്പോർട്ടേഷൻ നടന്നിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ട് ഒരാളെ ഡീറ്റെയിൻ ചെയ്തിട്ട് ഏകദേശം 700ഓളം റോഹിംഗ്യാസ് ഇന്ത്യയിലെ പല ജയിലുകളിലായിട്ട്, ഡിറ്റൻഷൻ സെൻ്ററുകളിലായിട്ടുണ്ട്. ട്രാൻസിറ്റ് ക്യാമ്പ് എന്നാണ് അതിനെ വിളിക്കുക. നേരത്തെ ഡിറ്റൻഷൻ ക്യാമ്പ് ഈ CA സമയത്ത് പ്രശ്നമായപ്പോൾ ഇന്ത്യ പേര് മാറ്റി അതിനെ ട്രാൻസിറ്റ് ക്യാമ്പ് എന്നാക്കി. പക്ഷെ ആരും സ്വീകരിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഇൻഡെഫിനിറ്റ് ഡിറ്റൻഷനാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു, 1632 ദിവസം ഡിറ്റൻഷനിൽ കിടന്നൊരു സ്ത്രീ മരിച്ചതിനെ കുറിച്ചിട്ടുള്ള ജമ്മുവിലുള്ള ക്യാമ്പിൽ. അതും ഈ പറഞ്ഞ എക്സ്ക്ലൂസീവാണ്, വേറെ ആരും വാർത്ത കൊടുത്തില്ല. നമുക്ക് ഒരാൾ റോഹിംഗ്യയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മക്തൂബായിട്ട് അഫിലിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ തന്നൊരു വാർത്ത വെച്ചിട്ട് നമ്മൾ കൊടുത്താണ്. അപ്പം ഇങ്ങനെ ഒരു വാർത്ത വരികയാണ്. അവരാദ്യം പറഞ്ഞ 15 പേരാണ്, 29 പേരെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വരികയാണ്. അപ്പം ഡീപ്പോർട്ടേഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിളിച്ച് 2-3 നേരം വിളിച്ച് ചോദിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പിന്നെ നേരത്തെയുള്ള റോഹിംഗ്യ ആക്ടിവിസ്റ്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, അന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നുമില്ല. അപ്പം ഒരു ബൈറ്റ് എക്സ്ട്രാ ബൈറ്റും കൂടെ കിട്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ വാർത്ത കൊടുത്തു. ഫസ്റ്റ് വാർത്ത ചെറിയ വാർത്തയാണ്, റോഹിംഗ്യാസിനെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അമിഡ്സ് ഫിയർ ഓഫ് ഡിപ്പോർട്ടേഷൻ. അങ്ങനെ ഒരു ഭയം ഇവരുടെ ഇടയിലുണ്ട് എന്നുള്ള രീതിയിൽ. അത്രേ പറയാൻ പറ്റില്ല, കാരണം ഡിപ്പോർട്ടേഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല നമുക്ക്. അന്ന് വൈകുന്നേരം ഈ പറഞ്ഞ ലോയർ വിളിച്ച്, നിനക്കിടന്ന് വാർത്ത ഇട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാത്തത് വാർത്ത നമുക്ക് ഇങ്ങനെ കിട്ടാനാണ് ചോദിച്ചത്. അങ്ങനെയല്ല, ഡീറ്റെയിൽസ് പറയുക. അപ്പം വെരിഫൈ ചെയ്താണ്, ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ വെരിഫൈ ചെയ്താണ്, എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മൂപ്പര് ഇതിലൊരു പെറ്റീഷനും കൂടിയാണ്, ഫസൽ അബ്ദുല്ലി എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് കുറച്ചും കൂടെ UNHCR അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ അടുത്ത ദിവസം പെറ്റീഷന് പോവുകയാണ്. അയാളടക്കം ഒരുപാട് പേര്, ഈ കോളിൻ ഗോൺസാൽവസ്, പ്രശാന്ത് ഭൂഷണൊക്കെ വരുന്ന ഒരു ഹിയറിംഗ് ആണ്.
അപ്പോൾ അവർ പോലും അപ്പോഴാണോ അത് അറിയുന്നത്? അല്ല, അവർ അറിയുന്നുണ്ട്, അവർ നേരത്തെ അറിയുന്നുണ്ട്. അതൊക്കെ അവർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല ചെയ്യുന്നത്, നേരത്തെ അവർ തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം കോടതിയിൽ വരുന്നു, കോടതി എന്ത് പറയുന്നു, ഒരു രീതിയിലൊരു മനസ്സാക്ഷി ഇല്ലാത്തൊരു വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോർട്ടേഷൻ നിർത്തണം എന്നായിരുന്നു ഇവരുടെ പെറ്റീഷനിലുണ്ടായിരുന്നത്. അത് അംഗീകരിച്ചില്ല. പകരം കോടതി 2 ഒബ്സർവേഷൻ നടത്തുന്ന. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഹിംഗ്യാസിന് ഉള്ള UN കാർഡ്, ഇവർക്ക് എല്ലാവർക്കും UN കാർഡ് ഉണ്ട്. അത് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ആ പെറ്റീഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ വാർത്തയിലും കൊടുത്തിട്ടുള്ളത്. അപ്പം UN കാർഡ് ഉണ്ടെങ്കിൽ കൂടി, UNHCR കൊടുക്കുന്ന റെഫ്യൂജി കാർഡ് ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് ഡിപ്പോർട്ട് ചെയ്യാം. ഇന്ത്യ അതിനെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ റോഹിംഗ്യ കൺവെൻഷൻ, അതായത് റെഫ്യൂജി കൺവെൻഷനിൽ സിഗ്നറ്ററി അല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കുറച്ച് ദേശീയത ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചാണോ ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിപ്പോർട്ടേഷൻ തടയുന്നില്ല. നേരത്തെയുള്ള കേസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ക്ലബ് ചെയ്തുകൊണ്ട് ജൂലൈ 31 കേസ് മാറ്റിവെക്കുകയാണ്. എന്നുവെച്ചാൽ 2 മാസം അപ്പുറത്ത്. പക്ഷേങ്കിൽ ആ റിമാർക്സ് ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ച സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ UN കാർഡ് ഉണ്ടെങ്കിലും കൂടി നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. അന്ന് തന്നെ ബംഗ്ലാദേശിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആസാമിലെ ക്യാമ്പിൽ നിന്ന് 123 ആളുകളെ ബംഗ്ലാദേശിലേക്ക് തള്ളിയിട്ടു. ഇത് ഇന്ത്യ ഇടയ്ക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ 2-3 കേസസ് ഉണ്ട്, റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള കേസസ് ഉണ്ട്. തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ അതായത് ബോർഡറിൽ കൊണ്ടുപോയി വെക്കും, തോക്ക് ചൂണ്ടും, എന്നിട്ട് എന്ത് ചെയ്യും, അവരോട് അങ്ങോട്ടേക്ക് പോകാൻ പറയും, അപ്പുറത്തേക്ക് പോകാൻ പറയും. അല്ലെങ്കിൽ ഫിസിക്കലി തള്ളി അപ്പുറത്തേക്ക് ഇടും. അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡായിട്ട് എന്ത് ചെയ്യും, ഇവരോട് അങ്ങോട്ടേക്ക് ഓടാൻ പറയും. പല രീതിയിലത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നൊരു സാധനമല്ല, ആളുകൾ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല ഘട്ടമായിട്ട്. അപ്പം അവർ അവിടെ നിന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു, ഇങ്ങനെ 123 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളത്. ആ സാറ്റർഡേ, അതായത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നടക്കുന്ന ഇങ്ങനെ ഒരു ഇതായിട്ട് പറയണം. അപ്പം സാറ്റർഡേ എന്ത് ചെയ്യുന്നുണ്ട്, ഹേമന്ത് ബിശ്വ ശർമ്മ, ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ പറയാണ്, ഞങ്ങളിങ്ങനെ ആളുകളെ അങ്ങോട്ടേക്ക് തള്ളിയിട്ടുണ്ട്, ഇതൊരു നാഷണൽ പോളിസി പ്രൊജക്റ്റാണ്, ആസാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഭയങ്കര സാധനമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺഫർമേഷനാണ്, ഇതിൻ്റെ പീസസാണ്, ഈ സ്റ്റോറീൻ്റെ ഓരോ പീസസ് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നാഷണൽ ഓപ്പറേഷൻ എന്താണ്, പ്രത്യേകിച്ച് ആ ആഴ്ചക്ക് തൊട്ട് മുന്നത്തെ ആഴ്ചയാണ് ഈ പെഹൽഗാം അറ്റാക്കിന് തൊട്ട് ശേഷം ഗുജറാത്തിൽ നിന്ന് ഏകദേശം 1000-കണക്കിന് ആൾക്കാരെ ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യാസാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലീഗൽ ബംഗ്ലാദേശീസ് ആണെന്ന് പറഞ്ഞിട്ട് റൗണ്ട് അപ്പ് ചെയ്ത് ഭയങ്കര ഒന്ന് വിചിത്രമാണ്. അതേസമയം ഒരു മാനുഷിക പരിഗണന ഇല്ലാതെ, അതായത് ആദ്യത്തെ ദിവസം 1500 ആൾക്കാരാണ് കൊണ്ടുവരുന്നത്, അവരെല്ലാം നടത്തിക്കുകയാണ് ഈ വെയിലത്ത്. അതായത് ഇന്ന് ഡൽഹിത്തെ വെയിൽ നമുക്ക് 2 അറിയാം, അതുകൊണ്ട് പറയാം, ആ വെയിലത്ത് നടത്തിച്ച് ഭക്ഷണം കൂടെ കൊടുക്കാതെ ഒരു ദിവസം മൊത്തം നിർപ്പിച്ച്, അതിൽ നിന്ന് ഏകദേശം 850 ആൾക്കാരെന്താണ് ഇന്ത്യൻ ഡോക്യുമെൻറ്റ്സ് കാണിച്ച് വൈകുന്നേരവും പിറ്റേന്നൊക്കെ ആയിട്ട് തിരിച്ചു വിടുന്നുണ്ട്. അപ്പം എന്തോന്ന് നടക്കുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് ഇന്ത്യയുടെ ഫോറിനേഴ്സ് പോളിസിയിൽ, പ്രത്യേകിച്ച് ഈ ബംഗാളി കമ്മ്യൂണിറ്റീസും ബംഗാളി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസും റോഹിംഗ്യയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള നമ്മളെന്താ പറയുക, PC ആണ്, അങ്ങനെ ഒരു സാധനം നടക്കുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മേൻ്റെ ഇത് നടക്കുന്നു. പിന്നെ 1-2 ഭയങ്കര ഒരു വേഗമായിട്ടുള്ള ക്ലൂ ആയിട്ട് 1-2 ആർട്ടിക്കിളുകൾ ഇങ്ങനെ കുറച്ച് റൈറ്റ് വിങ് ഗ്രൂപ്പുകൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ ഗോയിങ് ഫോർ പിഗ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. ഈ പിഗ് ഹണ്ടിങ് എന്നുള്ളത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു മുസ്ലിം റെഫറൻസ് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് റൈറ്റ് വിങ് അങ്ങനത്തെ ആളുകൾ പറയുന്നത്. അതേപോലെ അതങ്ങനെ ഒരു പ്രഖ്യാപനം, പ്രത്യേകിച്ച് സീസ് ഫയറിൻ്റെ ഒരു സങ്കടവും നിരാശയിലും നിൽക്കുന്ന റൈറ്റ് വിങ്ങേഴ്സ് പെട്ടെന്ന് അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴാണ് നിരന്തരമായിട്ട് നമ്മൾ റോഹിംഗ്യാസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം ബന്ധപ്പെട്ട ആളുടെ പാരൻസ്, നല്ല പ്രായമായിട്ടുള്ള 2 പാരൻസാണ് ഡീപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മാനുഷികവരണം നമ്മളെപ്പോഴും വെക്കും, അതിൽ ആളുകളെ തിരിച്ചു വീണ്ടും വിളിച്ചു ചോദിച്ചേക്കും എന്താണ് അവസ്ഥ, പ്രശ്നമുണ്ടോ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ.
ആ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇടയിൽ വളരെ ആദർശികമായിട്ട് മക്തൂബിനൊരു മെയിൽ വരികയാണ്, ഒരു നൂർ എന്ന് പറഞ്ഞിട്ട്. അവന് പറയാണ്, നിങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ മാത്രം കൊടുത്തില്ലല്ലോ, ഞങ്ങൾ മുസ്ലിങ്ങൾ കുറേ പേരുണ്ട്. 25 കുട്ടികൾ പാരൻസ് ഒന്നും ഇല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ NIOS പഠിക്കുന്നുണ്ട്. അവരിൽ നിന്ന് 8 പേരെ ബാക്കിയുള്ള എല്ലാവരെയും ഇവർ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 25-ൽ 8 പേരെ ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 40 ആളില് അല്ലല്ല, ഇത് 41 അല്ല, ഇതൊക്കെ ഓരോ സ്റ്റോറി ഇങ്ങനെ പല ഭാഗത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം ഇതെവിടുന്ന പിടിച്ചോണ്ട് ഇതേ ഉത്തം നഗർ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് പിടിച്ചിട്ടുള്ളതാണ്. അപ്പം ഡൽഹിയിലത്തെ റോഹിംഗ്യ ആക്ടിവിസ്റ്റുകൾക്കൊന്നും ഒരു ധാരണ കിട്ടിയില്ല, ലോയേഴ്സിന് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയില്ല. അപ്പം ഇവനൊക്കെ ഓരോ ഡീറ്റെയിൽസ്, അവരുടെ UNHCRൻ്റെ കാർഡും അവരുടെ ഈ ക്യാമ്പസത്തെ അവരുടെ എന്തായിരുന്നു മാർക്ക് ലിസ്റ്റുകൾ, അവർ എക്സാം സീസണായിരുന്നു, അപ്പോൾ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഇതൊക്കെ അയച്ചു തന്നു. അവർ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ച് നോക്കുമ്പോൾ ആള് ഹരിയാനയിൽ എവിടെയോ ഒളിവിലാണ്. ഡൽഹിയിൽ വിളിക്കുന്ന എല്ലാ റോഹിംഗ്യാസും ഒളിവിലാണ്. ഈ നേരത്തെ പറഞ്ഞ ഡേവിഡ് എന്താണ് ഒരു പാർക്കിൽ ഒളിച്ച് നിൽക്കുകയാണ്. കാരണം നിരന്തരമായിട്ട് ഡിപ്പോർട്ട് ചെയ്ത ഡേവിഡ് അവര് പ്രത്യേകിച്ച് കാരണം അവരെ വീട്ടില് പോലീസ് വീണ്ടും റെയ്ഡിനായിട്ട് വന്നിട്ടൊക്കെ ഉള്ള പ്രശ്നം നടന്നിട്ട്. അപ്പോൾ ഈ നൂറ് തന്ന ഇൻഫർമേഷനും ഡേവിഡ് തമ്മിൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ഇവർ തമ്മിൽ കണക്റ്റഡ് അല്ല. ഞാൻ സംസാരിക്കുന്ന ആളുകളും ഇവരായിട്ട് കണക്റ്റഡ് അല്ല. അപ്പം 3 ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് അവിടെ ഉണ്ടാവുകയാണ്. അറിയാതെ അങ്ങനെ ഉണ്ടായവരാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉള്ള കുറേ ഐഡിയാസ്, പ്രത്യേകിച്ച് റോഹിംഗ്യനെ, എൻ്റെ മക്തൂബിൽ ആദ്യത്തെ വൈലൻസ് സ്റ്റോറി റോഹിംഗ്യയായിട്ട് ബന്ധപ്പെട്ടാണ്. എന്ത് കാര്യം എന്ന് വരുമ്പോഴും സത്യത്തിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്, ഇന്ത്യയിൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഗ്രൂപ്പ് എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ റോഹിംഗ്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് എല്ലാ സമയത്തും. അപ്പം ഇതെല്ലാം വന്നപ്പം ഒരു ദിവസം, അതായത് ഞാൻ ഞാൻ ആ വാർത്ത ചെയ്യണമെന്നുള്ളതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഡൽഹിയിലേക്ക് വരുന്നത്. കാരണം ഈ ഫാമിലീസ് ഹൈഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് റോഹിംഗ്യ ഫാമിലീസ് ഹൈഡിങ് ആണ്. അപ്പോൾ ഇവരെ നേരിട്ട് കാണണം, ഒരു സ്റ്റോറി ചെയ്യണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം അന്ന് രാത്രി അവർ പറയാണ് ഇവരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ത്രിപുരയിൽ വെച്ചിട്ടാണ് സാധാരണ, ത്രിപുരയിൽ കൊണ്ടുപോയി ത്രിപുരയിൽ നിന്ന് ലാൻഡ് ഏരിയയിലാണ്, അതായത് ലാൻഡ് ബോർഡറിലാണ് സാധാരണ ഡീപ്പോർട്ടേഷൻ നടക്കാറ്. ഇന്ത്യ ചെയ്യുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് കൺഫർമേഷൻ ഉണ്ട് ഏകദേശം അങ്ങനെ സാധനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇവർ പറയാണ് അല്ല, കടലിൽ കൊണ്ടുപോയിട്ട് ഇത് ലോജിക്കിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സാധനം. സ്വാഭാവികമായിട്ടും ഈ യൂറോപ്യൻ കൺട്രീസ് സത്യത്തിൽ ആഫ്രിക്കൻ മെഷീനറീസ് വെച്ച്, മിലീഷ്യാസിനെ വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ബോട്ട് അങ്ങോട്ടേക്ക് മൈഗ്രൻസ് വരുന്ന ബോട്ട് എന്തായാലും ഉണ്ട്, മറിച്ചിടുകയും അങ്ങനെ ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന സംഗതിയുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ഭയങ്കര ഡോക്യുമെൻ്ററി സാധനമാണ്. ഇറ്റലിയും മറ്റങ്ങനത്തെ സ്റ്റേറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്ലേ ബുക്ക് ഇവിടെ വരിക, അതെങ്ങനെയാണ് കൊണ്ടുവരിക? എനിക്ക് അതായത് നമ്മൾ അന്ന് തലക്ക് പിടിക്കാത്തൊരു സാധനമാണ്. അങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടു, അവർ നീന്തി കയറി. വൃദ്ധരും കുട്ടികളൊക്കെ അല്ലേ? 40 കുട്ടികളുണ്ട്. വൃദ്ധരും കുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാരെന്താ ഇല്ലാത്ത ആൾക്കാരാണോ? അവരും മനുഷ്യന്മാരല്ലേ. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്നുള്ളത് 43 എന്ന് പറഞ്ഞിട്ടാണ് ആ പെറ്റീഷൻ. അപ്പം അന്ന് തന്നെ എനിക്ക് പെറ്റീഷനും കിട്ടി. അന്ന് രാത്രിയാണ് 10 മണിക്കാണ് പെറ്റീഷൻ കയ്യിൽ കിട്ടുന്നത്. പെറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ വെക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ്. അപ്പം അത് മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് ഉണ്ടാക്കാൻ. പിന്നെ 3 ഇൻഡിപെൻഡൻറ്റ്, ഞാൻ നൂറിനെ വിളിച്ചു. അപ്പം നൂറും ഇത് കൺഫേം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആളുകൾ പോയിട്ടുണ്ട്, അപ്പുറത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ റോഹിംഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ 2 സോഴ്സസിനെ വിളിച്ചപ്പം അവിടെ മ്യാൻമാറിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 2 അവിടെ മിലിറ്ററി അട്ടിമറിക്ക് ശേഷം ഒരു സിവിലിയൻ ഗവൺമെൻറ് ഉണ്ട്, NUG എന്ന് പറഞ്ഞിട്ട്, നാഷണൽ യൂണിറ്റി ഗവൺമെൻറ്. അവരുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് കൺഫർമേഷൻ കിട്ടി ഇങ്ങനെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇൻ്റർമീഡിയറ്ററി വഴി ഈ കമ്മ്യൂണിക്കേഷൻ വന്നപ്പം 3 ആളുകൾ ഓൺ റെക്കോർഡ് സംസാരിക്കുന്നു, ഒരു പെറ്റീഷൻ ഒക്കെ വെച്ചിട്ട്. നമ്മൾ അന്ന് രാത്രി ഈ പെറ്റീഷന് ഈ ലോയേഴ്സ് നമുക്കല്ല അയച്ചിരുന്നത്,
ഈ റോഹിംഗ്യാസ് നമുക്ക് അയച്ചവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യത്തെ ലോയേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരൊരിക്കലും മാധ്യമങ്ങളെ വിശ്വസിക്കില്ല. അപ്പം കാരണം അത് ഇങ്ങനെ സമയമെടുക്കും. അവർ കുറച്ച് അതുമേൽ അവർക്ക് വേണ്ട ചില സാധനങ്ങൾ കിട്ടണമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മോശമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഭയങ്കര അർജൻസിയും നമുക്ക് തോന്നി. കാരണം നമുക്ക് അന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് 69 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്നത് 43 ആൾക്കാരാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇന്ത്യയിൽ മൊത്തം 700 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡെഫിനറ്റ് ഡിറ്റൻഷനിൽ ഇന്ത്യയിൽ പല ജയിലുകളായിട്ടുണ്ട്. റോഹിംഗ്യൻസ്. ഇതിൽ കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, മറ്റേ പാല് കുടിക്കുന്ന ചെറിയ മക്കൾ മുതലുള്ള ആൾക്കാരുണ്ട്. ആളുകൾ എത്രയോ പേര് മരിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകളിൽ. അപ്പം ഇവരെയും ഈ രീതിയിൽ വെള്ളത്തിൽ കൊണ്ടുപോയിടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റും. നമ്മൾ ബേസിക്കലി ഈ വാർത്ത കിട്ടുമ്പം ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ യുവർ വാച്ച്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിനെ സമ്മതിക്കുക എന്നുള്ളത് പറ്റാത്ത സാധനമാണ്. അന്ന് രാത്രി 10 മണിക്ക് പെറ്റീഷൻ കിട്ടുന്നു, ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നു. 4 മണിക്ക് ആർട്ടിക്കിൾ എഴുതി കഴിയുന്നു. 1500 വേർഡുള്ള ആർട്ടിക്കിളാണ്. രാവിലെ പൊലിച്ചേക്ക് 4 മണിക്ക് ഡേവിഡിനെ ഒന്നും കൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നു. ഡേവിഡ് ഓക്കെ പറഞ്ഞിട്ട് ഏകദേശം 9 മണിക്ക് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നു. അസ്ലേനോടൊന്നും പറഞ്ഞില്ല, അസ്ലേഖാനോട് പറയാതെയാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത്. അപ്പം ഏകദേശം 10 മണിയായപ്പം ഒരു കോൾ വന്നു. അപ്പം ഞാൻ വെച്ചാൽ ആരാ ഇത്? അപ്പം ഇത് എഴുതിയ ഡ്രാഫ്റ്റ് ചെയ്ത ലോയറാണ്, പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ലോയറാണ്. അപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത്. അപ്പം ഈ ലോയർ ഡൽഹിയിലത്തെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും എന്ത് ചോദിച്ചിട്ടുണ്ട്, ഈ പെറ്റീഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അർജൻസി ഉള്ളൊരു മാറ്ററാണ്, നിങ്ങൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എന്ത് ചെയ്തില്ല, ഇത് വിശ്വസിച്ചില്ല. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആകേണ്ട സ്റ്റോറി ഒന്നല്ല, പലരും പിന്നോട്ടടിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്ത ഒരു ആയിപ്പോയതാണ്. പക്ഷെ നമ്മളതിൽ പിന്നെ എക്സ്ക്ലൂസീവ് വരുന്ന, അല്ലെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാവിലെ മ്യാൻമാറിൽ നിന്നും ഇവരെല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ, ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അന്ന് രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മൾ ഇതുവരെ അവിടെ എത്തി അവരെ പിടിച്ചു വെച്ചിട്ടുള്ള ഗ്രൂപ്പ്, അവരെ ഒരുമിച്ചുള്ള ഫോട്ടോ, ഇൻഡിവിജ്വൽ ഫോട്ടോ അടക്കം നമുക്ക് കിട്ടുന്നു. അപ്പോൾ സ്റ്റോറി സോളിഡായി. ഞാൻ അന്ന് തന്നെ ഉച്ചക്ക് തന്നെ ക്യാമ്പിൽ പോയി ആളുകൾക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആരെയും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇന്നേ വരെ അത് പെറ്റീഷനിൽ പോലും വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളോട് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഫോട്ടോ ആണ്. അതുകൊണ്ട് ചിലപ്പം സുപ്രീം കോടതിയിൽ ആ ഒരു ഡോക്യുമെൻ്റ് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു, സുപ്രീം കോടതി കുറച്ചും കൂടി ഇത് കൺസിഡർ ചെയ്തേനെ. പക്ഷെങ്കിൽ നമ്മളെ സോഴ്സസ് ഹോസ്റ്റൈൽ ആവരുത്. കാരണം ഹോസ്റ്റൈലായി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവരുടെ സേഫ്റ്റിയാണ് ബുദ്ധിമുട്ടാവുക എന്നുള്ളത് കൊണ്ട് അത് ആ ഡോക്യുമെൻ്റ് ഇപ്പോഴും പബ്ലിക്കിലില്ല. നമ്മളത് വെച്ചിട്ട് വെരിഫൈ ചെയ്ത്. അതാണോ ഞാൻ ഫോട്ടോ ഉണ്ട്, അതായത് ഈ ഫോട്ടോ കണ്ടപ്പോൾ ഇങ്ങനെ ക്യാമറ മുമ്പിൽ നിന്ന് കരയുന്ന? അതെ. അവർ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴാണ്, അതായത് അവരെത്തി എന്നുള്ളതിൻ്റെ പ്രൂഫ് ഓഫ് ലൈഫ് എന്നുള്ള സാധനം കാണിച്ചു കൊടുത്ത് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, വീഡിയോ സ്റ്റോറിയും ഒരു ടെക്സ്റ്റ് സ്റ്റോറിയും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 4 ദിവസം, അതായത് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. പിന്നെ ഒരു 4 ദിവസം ഡൽഹിയിലത്തെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് നിങ്ങളിത് കവർ ചെയ്യും എന്നുള്ള രീതിയിൽ പിന്നാലെ നടന്ന് ആ പണിയായിരുന്നു ചെയ്തത്. അൽഹംദുലില്ല. പക്ഷെ കുറച്ച് വൈകിപ്പോയി സത്യത്തിൽ. ആ പെറ്റീഷൻ ഹിയറിങ്ങിന് എടുക്കുന്ന അന്ന് അതിൻ്റെ 1 മണിക്കൂർ മുന്നെയാണ് വാർത്തകൾ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ആ ജഡ്ജ് അതൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ വായിച്ചിരുന്നെങ്കിൽ ഏതോ രീതിയിലൊരു റിലീഫ് കിട്ടിയില്ല. എന്നാൽ കൂടി വേറൊരു അതിൻ്റെ അതർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള മെയിൻ സ്ട്രീം മീഡിയ കൊടുക്കുന്നതിന് മുന്നേ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും പിന്നെ സ്ക്രോളാണ് നമ്മൾ അതിന് കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് വേർഷൻ ഓഫ് ദ സ്റ്റോറി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അവരും കൊടുത്തു. നേരത്തെ ഡീറ്റെയിൽസ് ഉള്ളത് പിന്നെ വയറൊക്കെ
ശരിക്ക് കോടതി കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത്, മറ്റു മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിനിടയിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, PUCLൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. PUCLായിട്ട് നമ്മളൊരു ബ്രീഫിങ്, ഈ പറഞ്ഞ റോഹിംഗ്യാസ് നമ്മളൊക്കെ ഒരുമിച്ചുള്ളൊരു ബ്രീഫിങ് നടന്നെടുത്തു. അത് വെച്ച് PUCLൻ്റെ കുറച്ചും കൂടെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുള്ളത്. ഇന്നലെ എന്താണ് ഒരു പ്രസ് മീറ്റ്, ആളുകളെല്ലാം കൂടി പ്രസ് മീറ്റൊക്കെ നടത്തി. ഇന്നും അതൊരു എല്ലാവരും അറിയുന്ന വാർത്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ ഈ അടുത്തൊരു ഹിസ്റ്ററിയിൽ ഗസ പലസ്തീൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എടുക്കുന്ന ഏറ്റവും ഇൻഹ്യൂമെയിനായിട്ടുള്ള ഒരു 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 സ്റ്റെപ്പ് സത്യത്തിൽ ഇതായിരിക്കും. ആളുകളെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയിടുക, അവരോട് നീന്തി കരയിലേക്ക് എത്താൻ പറയുക. ആ കരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചുട്ടുകൊന്ന കരയാണ്. ഇവരുടെ കുടുംബക്കാരെ ചുട്ടുകൊന്ന ആ കരയിലേക്ക് തിരിച്ച് നീന്തി കയറാൻ ഒരു സ്റ്റേറ്റ് റെഫ്യൂജി കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ കൂടി ജനസൈഡിനെതിരെയുള്ള, ടോർച്ചറിനെതിരെയുള്ള കൺവെൻഷനുകളിലൊക്കെ ഒപ്പുവെച്ച സ്റ്റേറ്റാണ് ഇന്ത്യ. റൈറ്റ് ടു ലൈഫ് ഈസ് ഫോർ എവ്രിബഡി ഹു ഇസ് പാർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അവർ സിറ്റിസൺ ആവണമെന്നില്ല. ആർട്ടിക്കിൾ 21 എല്ലാവർക്കും ഉള്ളതാണ്. അതൊക്കെ മാറ്റിക്കൊണ്ട്, അതും ഇത് ചെയ്യുന്നത് മെയ് 8 തീയതി. മെയ് 8 തീയതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് മിലിറ്ററി ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എയർ ഡിഫൻസ് ഫോഴ്സും ആയിട്ടുള്ള എയർഫോഴ്സിനെയും നേവീനെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഒരു അർജൻസി ഇല്ല, അവർക്ക് കുറച്ച് വെയിറ്റിങ്ങിൽ ചെയ്യുക, അതുപോലും ചെയ്യാതെ നടത്തിയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അത് ഇനിയും ഡോക്യുമെൻ്റ് ചെയ്യണം, അത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അതിലേക്ക് വരണം. അതിൽ ഇപ്പോൾ ഈ അസ്മൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾ എടുത്തിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കഥ. അസ്മ ഇന്ന് കല്യാണം ആവേണ്ട കുട്ടിയാണ്. ഇന്ന് പറഞ്ഞാൽ മെയ് 20 തീയതി കല്യാണം കഴിക്കേണ്ട കുട്ടിയാണ്. 2 ആഴ്ച മുന്നെയാണ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പോയി അവരുടെ ഡ്രസ്സുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അവർ വേറൊരു അവസ്ഥ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്മയും ഉമ്മയാണുള്ളത്. അസ്മേൻ്റെ ഉപ്പ മ്യാൻമാർ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അസ്മേനെ കൊണ്ടുവന്നത് അസ്മേൻ്റെ ഉമ്മാൻ്റെ സഹോദരനായിട്ടുള്ള ഇസ്മായിലാണ്. അപ്പോൾ ഇസ്മായിലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്മായിലാണ് ഇതിലെ പെറ്റീഷണർ. ഈ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള പെറ്റീഷണർ നമ്പർ 1 ഇസ്മായിലാണ്. ഇസ്മായിലിൻ്റെ എൻ്റെ ഒരു വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പ് പോയപ്പം, ക്യാമ്പ് ഒരു വേറെ ഒരു അനുഭവം കൂടിയാണ്. ക്യാമ്പ് എവിടെയാണ് ഡൽഹിയിൽ? നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 10 രൂപക്ക് റിക്ഷ എടുത്തു കഴിഞ്ഞാൽ ശരം വിഹാർ എന്ന് പറഞ്ഞിട്ട് ഷാഹിൻ ബാഗിൻ്റെ അവിടെയാണ് ക്യാമ്പ്. അപ്പം കാലന്തി കുഞ്ചിലാണ് ഏറ്റവും വലിയ ക്യാമ്പ്. കുറച്ചും കൂടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പ് ഉള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ക്യാമ്പിൽ ഇവരുടെ വീട്, അതായത് ഉമ്മയും മോളും നിൽക്കുന്ന വീട് ഇവരെ ഡിപ്പോർട്ട് ചെയ്തെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ കുടുംബക്കാരെന്താണ് അങ്ങനെ കയ്യേറിയെന്നൊന്നും പറയുന്നില്ല. എന്നാൽ കൂടി അവരെന്താക്കാണ് കുറച്ചും കൂടെ സൗകര്യമുള്ള വീട് എന്ന രീതിയിൽ അതിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയപ്പം ആ വീട്ടിലെ സാധനങ്ങളൊക്കെ കുറേ മാറ്റിയിട്ടുണ്ട്. എന്നാലും കല്യാണത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഡ്രസ്സ്, അവരുടെ ചെരുപ്പ്, അവരുടെ എന്തായിരുന്നു മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റോറി നമ്മൾ ഇന്ന് അവരുടെ കല്യാണ ദിവസം എന്നുള്ള നിലയിൽ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 5 മണിക്കൂർ മുമ്പ് ചായ അടിക്കുമ്പോഴാണ് അത് കാണുന്നത്, ആ ഒരു അസ്മ പറഞ്ഞ സ്റ്റോറി. ഞാൻ സുചിത്ര വിജയൻ്റെ മിഡ് നൈറ്റ് ബോർഡേഴ്സ് പറഞ്ഞൊരു പുസ്തകം കുറച്ച് മുമ്പ് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ അന്ന് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഉലച്ചിരുന്നൊരു കഥയാണ്. ഇതേപോലെ സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഫെലാനി ഖാത്തൂൻ എന്നൊരു ബംഗ്ലാദേശി കുട്ടി. അസ്മക്ക് എത്ര 15 വയസ്സാണോ? 20 വയസ്സ്. 15 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടീൻ്റെ ഉപ്പ നൂറുൽ ഇസ്ലാം ഇതേപോലെ കുട്ടീനെ ബോർഡർ കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ ഡ്രസ്സ് കുടുങ്ങി പോകുന്നു. അങ്ങനെ കുട്ടി പേടിച്ച് കരയുന്നു. അപ്പോൾ ഇത് 2011 ജനുവരി 11 സംഭവിക്കുന്നത്. വെടിവെക്കുന്നു. അത് ആ ഒരു പിക്ചർ അന്ന് ഭയങ്കരമായിട്ട് വൈറൽ. ഞാൻ അന്നല്ല കാണുന്നത്, ഞാൻ ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ആ ഒരു സ്റ്റോറിയും അത് ജസ്റ്റ് യൂട്യൂബിൽ ഇതിലൊക്കെ വിക്കിപീഡിയയിലൊക്കെ തിരഞ്ഞു പോകുന്നു. അപ്പോഴാണ് ആ ഒരു എനിക്ക് നിങ്ങളിതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റോറിയാണ് ഞാൻ ഇങ്ങനെ കുറേ കാലം ഹോണ്ട് ചെയ്ത് നടന്നിരുന്നു ആ സാധനം. അത് ആ സ്റ്റോറി മാത്രമല്ല, ഈ ബംഗ്ലാദേശ് ബോർഡറിൽ ഈ ബോർഡർ ഫോഴ്സുകൾക്കിടയിൽ അതിൻ്റെ 2 ബാബുഡ് വയസ്സിൻ്റെ ഇടയിൽ ഫാമിലീസ് കുടുങ്ങിപ്പോയിട്ട് ആഴ്ചകളോളം അതിൽ കുടുങ്ങിപ്പോയ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നോമാൻസ് ലാൻഡിൽ, അതായത് ചെറിയൊരു ഏരിയയിൽ തന്നെ
രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നില്ല. അതേസമയം രണ്ടുപേരും അതായത് ഫോഴ്സസ് കണ്ടു, ഇവരെ പിടിച്ചു. പക്ഷേ ആരും പിടിച്ചിട്ടില്ല, അപ്പുറത്തുള്ള ആൾക്കാരും പിടിച്ചില്ല, ഇപ്പുറത്തെ ആളും പിടിച്ചില്ല. അവരവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഈ നോമാൻസ് ലാൻഡ് ഒരുപാട് ഉണ്ടാവുമോ? ചെറിയൊരു ഏരിയ അവിടെ. ശരിക്കും ബോർഡർ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഫെൻസിങ് നടന്നിട്ടില്ല. ഇപ്പൊ ഇന്ത്യ വലിയൊരു പ്രൊജക്ട് നടത്തുന്നുണ്ട്, അവിടെ മൊത്തം ഫെൻസ് ചെയ്യാൻ. നേരത്തെ മുർഷിദാബാദിലൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യലുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോയി കല്യാണം കഴിക്കുകയും ഇങ്ങോട്ടേക്ക് വരും. നമ്മളിപ്പോൾ പറയുന്ന ബംഗ്ലാദേശി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിലർ അങ്ങോട്ട് പോയി. ഈ അതിർത്തികൾ എന്നുള്ളത് മനുഷ്യന്മാർ വരച്ചുണ്ടാക്കിയാണല്ലോ. ചില മനുഷ്യന്മാർ വേറെ എവിടെ നിന്നോ വരക്കുന്ന സാധനമാണ്. ആളുകൾ ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഈ ബാഡ്മീറിൽ ഫർമീസ് പറഞ്ഞ കഥയിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, രാജസ്ഥാനും മറ്റു സ്റ്റൈലിൽ നിന്നൊക്കെ ഓടിപ്പോയി. എന്ത് ചെയ്ത് പാർട്ടീഷൻ്റെ സമയത്ത് എന്ത് ചെയ്തു, ഓടിപ്പോയി മണലാരണ്യത്തിൻ്റെ നടുവിൽ പോയിട്ട് നിന്നു. അവിടെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം കണ്ടപ്പോൾ അവിടെ പോയി നിർത്തി. അവർ വിചാരിച്ച പാകിസ്ഥാനിലെത്തി എന്നുള്ളത്. ബോർഡർ വരച്ചപ്പോഴാണ് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് കൂടിയാണ് ബോർഡർ വന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരായി. അപ്പോൾ ഇന്ത്യക്കാരായി അഭിമാനിക്കുകയും സന്തോഷം വെക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അവരന്ന് അവിടുത്തെ നടന്നിട്ടുള്ള വംശീയത്യ സ്വാഭാവികമായിട്ട് പാർട്ടീഷൻ വയലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയലൻസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ്. എനിക്കിതിൽ ചോദിക്കാനുള്ള ഈ ബോർഡർ ഇതൊക്കെയാണല്ലോ ഒരു ആളുകളെ ഭയങ്കര സ്റ്റേറ്റ്ലെസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ എല്ലാ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭീകരത ഒക്കെ പറയുമ്പോഴും ഇവർ ചെയ്ത തെറ്റെന്താണ്, അങ്ങനെ ഒരു ആലോചന ഉണ്ടല്ലോ. ഇവരെങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുന്നതിൽ ഇവരെ എല്ലാ അവകാശങ്ങളിൽ നിന്നും ആ അവകാശങ്ങൾ കിട്ടാനുള്ളൊരു ബേസിക് അവകാശമായിട്ട് ഈ ഒരു പൗരത്വം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാവുക, ബോർഡറിൻ്റെ ഉള്ളിലാവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പൗരൻ എന്നുള്ള ആശയം അപരനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആശയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിഫൈനേഷൻ, ഒരു ഫിൽട്രേഷൻ വേണം എന്ന് തോന്നുന്നിടത്തിലാണ് അതിൻ്റെ ഒരു ജനസിസ് തന്നെ അതാണ്. ഒരു സിറ്റിസൺ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലിയൻ ഉണ്ടാവണം. അപ്പം ഏലിയനായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, അവർക്കൊരു അവകാശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ ഡെഫിനേഷൻ ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. പൗരത്വമില്ലാത്ത ആളുകൾ ഇന്ത്യയിൽ പോലും എന്തൊക്കെ സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 2018 ആസാമിൽ പോകുന്നത്. ആസാം ഞാനും അഫ്സൽ റഹ്മാൻ ചെയ്യുന്നുണ്ട്. അന്ന് ഡൽഹിയിൽ ആസാമിൽ നിന്നൊരു ഡെലിഗേഷൻ വന്നിട്ട് അവിടെ നടക്കുന്ന പൗരത്വ പ്രശ്നം, അതായത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണലുണ്ട്. അപ്പം അവർ എന്ത് ചെയ്യും, ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് 100 ഫോറിനേഴ്സ് ട്രിബ്യൂണലുണ്ട്. അപ്പം അവരെ കോട്ടയാണ്. നല്ലോണം ആൾക്കാർ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിക്കണം. കോട്ട തേക്കാത്ത അല്ലെങ്കിൽ കോട്ടയിൽ എന്തായിരുന്നു പെർഫോമൻസ് കുറയുന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നടക്കുന്ന, അതായത് കുത്തിനും കോമക്കും ഒന്നുമില്ലെങ്കിലും വെറുതെ പൗരന്മാരെ എന്തായിരുന്നു ഡൗട്ട്ഫുൾ വോട്ടേഴ്സ് ആക്കുന്ന സ്റ്റേറ്റാണ് ആസാം. അവിടെയാണ് NRC ഒക്കെ സംഭവിക്കുന്നത്. നമ്മൾ NRC CA എന്നുള്ള ത്രെറ്റ് കേൾക്കാന്നുള്ളതിന് പകരം എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലമാണല്ലോ ആണ് അത്. അപ്പം അവിടെ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ, വർഷങ്ങളായിട്ട് ജയിലുകളിൽ കിടക്കുന്ന, തെറ്റിപ്പോയി ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ആ ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരേ പേരുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പേര് മാറി ഒരു സ്ത്രീനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരല്ല പിടിക്കേണ്ടിരുന്നു, വേറൊരാളാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുപോയിട്ടു, മറ്റേയാളെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം പൗരത്വം ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു അവകാശവും ഇല്ലാത്ത ഒരു സംഗതിയായിട്ട് ആളുകളെ മാറ്റാം എന്ന സ്റ്റേറ്റ് ധാരണയും ഒരു പൊതുബോധം ഉണ്ടായതാണ്. പക്ഷെ സത്യത്തിൽ പൗരത്വത്തിന് അങ്ങനത്തെ ഒരു ഇതില്ല. ലോകത്തെല്ലാവരും അംഗീകരിച്ച സാധനമാണ്, അല്ലെങ്കിൽ ലോകത്തെ എല്ലാ സ്റ്റേറ്റുകളും അംഗീകരിക്കുന്ന സാധനമാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അതനുസരിച്ച് എന്താണ്, എല്ലാ മനുഷ്യന്മാരും എന്ത് അവകാശങ്ങളുണ്ട്. ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെയർ മിനിമമായിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് സ്റ്റേറ്റ് ഒരിക്കലും ഒരാൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു സാധനമല്ല. അത് മാനിക്കുകയും അതിനെ നിയന്ത്രിക്കാനും ഉള്ള അവകാശമേ സ്റ്റേറ്റിനുള്ളൂ. പല ഘട്ടങ്ങളിലായിട്ട് അനുപാതപൂർവ്വം എന്തൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് നിങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളന്ന് ഒരു ഉമ്മ ഈ ഫോറിനറായിട്ട്, അതായത് അവരുടെ ഭർത്താവും കുട്ടികളും ഇന്ത്യനാണ്, അവർ മാത്രം എന്താണ്
ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നാണ് അവിടുത്തെ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അങ്ങനെ വരാൻ കാരണം എന്തായിരിക്കും? ഡോക്യുമെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസാണ്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ കുത്ത് കോമൊക്കെ ഒക്കെ പേരിലാണ്. ആ ഡോക്യുമെന്റേഷനിൽ തെറ്റ് വരുത്തുന്നത് ശരിക്കും എന്തായിരിക്കും, അവിടെ വന്നുള്ള സർവേയൊക്കെ ആയിരിക്കും തെറ്റ് വരുത്തിയിട്ടുണ്ടാവും. പക്ഷേ ബേർഡൻ ഓഫ് പ്രൂഫ് ആയിരിക്കാണ്. സ്വാഭാവികമായിട്ടും ഒരു ജസ്റ്റിസിൽ ആരാണോ അക്യൂസ് ചെയ്യുന്നത്, ഇപ്പം നീ പറയുകയാണ് ഞാൻ ഒരു സാധനം കട്ടിട്ടുണ്ടെന്നെങ്കിൽ നിന്റെ എന്തോ കാണാണ്ടായിരുന്നു ആദ്യം നീ തെളിയിക്കണമല്ലോ. ഇതങ്ങനെയല്ല, നീ പറയുകയാണ് ഞാൻ കട്ടിട്ടുണ്ട് എന്നുള്ളത്, അപ്പം ഞാൻ കള്ളനായി. പക്ഷെ ഞാൻ തെളിയിക്കണത് ഞാൻ കട്ടിട്ടില്ല, നിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഇല്ല, നിന്റെ ഞാനും നീ ആയിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് ഞാൻ തെളിയിക്കണം. ആരെ മുന്നിൽ തെളിയിക്കണം? നിന്റെ മുന്നിൽ തന്നെ തെളിയിക്കണം. നീയാണ് കോടതി, നീയാണ് അവിടുത്തെ സാക്ഷി, നീയാണ് അവിടുത്തെ പരാതിക്കാരൻ. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഒരു പൗരനായിട്ട് അല്ലെങ്കിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അതാണ് ആസാം. നമ്മൾ ക്യാമ്പുകൾ മാത്രമല്ല, ഞങ്ങൾ ഒരു ഉപ്പ ഈ അവരെ ഫോറിനറായിട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഓടിപ്പോയി. പിന്നെ അവരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ത് സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉമ്മാനെ രാത്രി നമ്മൾ പോയിട്ട് കാണുന്നത്, ഉമ്മ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുറത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാണ്. കാരണം അവിടെ പൗരത്വം നോക്കാൻ വേണ്ടി BSFൻ്റെ ആൾക്കാർ, പോലീസ് എപ്പോഴും കറങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ രാത്രി വരെ കാട്ടിലും മറ്റുമൊക്കെ നടന്ന് വീട്ടിലെന്ത് ചെയ്യും, രാത്രിയോ അല്ലെങ്കിൽ ആരും കാണാത്ത സമയത്തോ വരിക മാത്രം ചെയ്യുന്ന ആളുകൾ, മനുഷ്യന്മാരുടെ ജീവിതം മൊത്തം ഒളിച്ചു നിൽക്കുന്ന, കുടുംബത്തിനെ ദൂരെ നോക്കി കാണുന്ന ഉമ്മമാരെ കണ്ട നാടും കൂടിയാണ് ആസാം. നമ്മൾ ശരിക്ക് ഇന്ത്യയിൽ കുറച്ചും കൂടെ ഇപ്പം അടുത്ത് ഒരു വൃത്തിക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു സാധനം എന്ന് വെച്ചാൽ, സുപ്രീം കോടതി ആസാമിലൊരു പൗരന് ഒരാളെ അയാൾ ഇന്ത്യൻ പൗരനാണ് എന്ന് ഡിക്ലെയർ ചെയ്തു. അതായത് ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് പറയുന്നത് അയാളുടെ ഡോക്യുമെൻ്റ്, അയാൾ ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ കൊടുത്തിട്ടുള്ള, ലോക്കൽ കോർട്ട് കൊടുത്തിട്ടുള്ള, ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അതേ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞത് ഇയാൾ ഇന്ത്യൻ പൗരനാന്നുള്ളത്. അപ്പോൾ ആ വാർത്ത നമ്മളൊക്കെ കൊടുത്തിരുന്നത്. അപ്പം അതിൽ ഇന്ത്യൻ എക്സ്പ്രസ് അത് കുറച്ചും കൂടെ അന്വേഷിക്കാൻ വേണ്ടി പോയി. അയാളുടെ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയപ്പോഴാണ് മനസ്സിലായത് അയാൾ 2 വർഷം മുന്നേ മരിച്ചു പോയിട്ടുണ്ട്. അയാൾ ഇന്ത്യക്കാരനല്ലാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജീവിച്ചത് മൊത്തത്തിൽ. ഈ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് ഈ സുപ്രീം കോടതിയിൽ കേസായിട്ട്. പക്ഷെ എത്ര പേര് സുപ്രീം കോടതി വരെ പോവും? അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ആളുകൾ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഏകദേശം ഒരു ഭൂരിപക്ഷം കേസുകളും എന്ത് ചെയ്തിട്ടുള്ളത്, വിധിയായിട്ടുള്ളത്, അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയായിട്ടുള്ളത്. ഗുവാഹട്ടി ഹൈക്കോടതിയിൽ പോയിട്ടുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, അവിടുന്ന് ഒരു അനുകൂല വിധിയും ഉണ്ടാവില്ല. കാരണം ഈ അഹോം നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അവിടെ അസാമി നാഷണലിസ്റ്റ് പ്രൈഡുള്ള ആളുകൾ, അതിൽ മുസ്ലിങ്ങളടക്കം ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു വംശീയമായിട്ടുള്ള സാധനമാണ്. ഇസ്ലാം എന്നുള്ളതിന് വേറെ മാനങ്ങളുണ്ടെങ്കിൽ കൂടി. അപ്പം അവരാണ് അവിടുത്തെ സ്റ്റേറ്റ്, അവിടുത്തെ ജഡ്ജിമാർ അവരായിരിക്കും, അവിടുത്തെ കോടതിയിലെ വക്കീൽമാർ അവരായിരിക്കും. ഈ മുസ്ലിങ്ങൾ, എന്നുള്ളൊരു മോശം വാക്കായിട്ടാണ് അവർ ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. മിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ബംഗാളി സ്പീക്കിംഗ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ. അവർ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളായിരിക്കും ഈ കോടതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പവർ അല്ലെങ്കിൽ ആക്സസ് ടു പവർ ഉള്ളത്. അങ്ങനെയല്ല സത്യത്തിൽ. സ്വാഭാവികമായിട്ട് ഒരു കാലത്ത് അവർ കുറേ പവർ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇത് പിടിച്ചെടുക്കുക ചെയ്യുന്നത്. വലിയ കൂട്ടക്കൊലകൾ, അതായത് നെല്ലി മാസക്കർ മാതിരിയുള്ള വലിയ കൂട്ടക്കൊല. നെല്ലി മാസക്കറിനെ കുറിച്ച് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. ഇപ്പോൾ അതിൻ്റെ റെക്കോർഡുകളൊക്കെ പലരും തിരുത്തിയിട്ടുണ്ടാവും. മണിക്കൂറുകൾക്കുള്ളിൽ 6000-ഓളം ആളുകളെ വെട്ടിക്കൊന്ന, ബുച്ചേർഡാണ്, മറ്റേ ബോംബും മറ്റൊന്നല്ല, ആളുകൾ കൈപ്പണിയെടുത്ത് വെട്ടിക്കൊന്ന ഒരു കഥയാണ് നെല്ലി മാസക്കർ എന്നുള്ളത്. അന്നത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അവർക്ക് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് അന്നേരം ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. കോമ്പൻസേഷനായി കൊടുത്തത് 5000 രൂപയാണ് ഓരോ ഫാമിലികൾക്ക്. അതിൽ നിന്നും ടാക്സ് മാറ്റി വെച്ചിട്ട് പകുതിയെ കൊടുത്തിട്ടുള്ളൂ. അതിപ്പോഴും അന്വേഷിച്ച് അത് കിട്ടാതെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഫാമിലീസ്
നെല്ലിയുടെ നമ്മൾ നെല്ലീനെ കുറിച്ചൊരു ഒരു വർക്ക് കൊടുത്തിരുന്നു 2 വർഷം മുന്നേ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. അർഷദ് എന്നിട്ട് നമ്മളെ റിപ്പോർട്ടർ ചെയ്തിട്ടുള്ളൊരു വർക്ക്. അതുപോലും കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കേരളത്തിലുള്ള ഒരു മുസ്ലിമോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു മനുഷ്യനോ മലയാളിക്കോ മനസ്സിലാകുന്ന ഒരു ധാരണയ്ക്കപ്പുറത്തേക്ക് അതൊരു സ്വാഭാവികമായിട്ടും ബംഗാളി മുസ്ലിമിനൊക്കെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഒരു മുസ്ലിം ഒരു വേഫർ തിൻ അത്രയും ലോലമായിട്ടുള്ളൊരു സേഫ്റ്റി സാധനമാണ് പൗരത്വം എന്നുള്ളത്. അത് നഷ്ടപ്പെടുന്നതോടുകൂടി അവനെ ചവിട്ടിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും അടിച്ചു കൊല്ലാനും ഉള്ള മൗനാനുവാദം അല്ലെങ്കിൽ അനുവാദമായിട്ടത് മാറും. ഇതില് ഇത്രയും ഡാർക്ക് അടിക്കണം നമ്മൾ വിചാരിച്ചില്ല. ഇല്ലല്ല, എനിക്ക് ഒന്നും പറയാൻ കിട്ടില്ല. ഞാനിതില് നിങ്ങളെ ആസാം എന്നാണോ നിങ്ങൾ ഫസ്റ്റ് സ്റ്റോറി കവർ ചെയ്യുന്ന ഡോക്യുമെൻ്ററി ആയിട്ടുള്ള? ഞാൻ ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റ് ഡോക്യുമെൻ്ററി എന്നുള്ളത് ഇന്ന സ്റ്റേറ്റ് ഓഫ് ഡൗട്ട് എന്നുള്ള, ആരും പോയി കാണരുത്. പക്ഷേ ആദ്യം ചെയ്തിട്ടുള്ള വർക്ക് അതാണ്. അതിനെതിരെ അന്ന് BJP അസാമൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ. അവിടെ നിന്നാണോ നിങ്ങളെ ഒരു ജേർണലിസം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് കയറുന്നതും ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ എൻജിനീയറിങ് ഡ്രോപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. +2 കഴിഞ്ഞപ്പോൾ വീട്ടുകാർ എന്താണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുകയെന്ന് അറിയാത്തതുകൊണ്ട് കരിയർ ഗൈഡൻസിൻ്റെ ഒരാളെടുത്ത് പോയപ്പം ഞാനൊരു ഓപ്ഷനായിട്ട് ഇങ്ങനെ ജേർണലിസം കൂടെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അത് വേണ്ട, ആ സാധനം വേണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, ജേർണലിസം വേണ്ട എന്നാണ്. അങ്ങനെ എൻജിനീയറിങ്ങിന് വീട്ടുകാരും കൂടെ കുറച്ചൊരു നിർബന്ധിച്ചിട്ട് പോയതാണ്. പിന്നെ അത് നടന്നില്ല. പിന്നെ ഫറൂഖ് കോളേജിൽ എത്തി. ഫറൂഖ് കോളേജ് മൾട്ടിമീഡിയ ചെയ്ത്. മൾട്ടിമീഡിയ ആയിരുന്നു കുറച്ചും കൂടെ. സോഷ്യോളജി തീരെ പോയില്ല, എഞ്ചിനീയറിംഗിൽ കയറിയില്ല. 6 മാസം പോയി. 6 മാസം കഴിയപ്പോൾ തന്നെ എനിക്ക് പറ്റിയില്ല. സംഭവം കുറച്ചൊക്കെ ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷേ എങ്കിൽ അതല്ല അവിടുത്തെ. പിന്നെ അവിടുത്തെ ഒരു കൾച്ചറും കൂടെ എങ്ങനെയൊക്കെ ഇടങ്ങാറ്. ഞാൻ പഠിച്ച പുറത്താണ്. പെട്ടെന്ന് നാട്ടിൽ വന്നിട്ട് അവിടെ ഈ റാഗിങ് ഒക്കെ നന്നായിട്ട് കൂടിയല്ല. ബേസിക്കലി എന്നെ അങ്ങനെ റാഗ് ചെയ്യുകയോ അടിക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ പല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അധികം എന്നെ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ബിൽഡ് ഉണ്ടായിരുന്നു അന്ന് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ആൾക്കാരെയൊക്കെ എൻ്റെ മുന്നിൽ തന്നെ കുറേ രീതിയിൽ ഡ്രസ്സൊക്കെ ഊരിപ്പിക്കുന്നത്. ഡ്രസ്സ് ഊരാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലത്ത് ചിന്തിക്കുകയും കൂടെ പറ്റാത്ത സാധനമാണ്. കേരളത്തിലാണ് പഠിച്ചത്? ഞാൻ MES കുറ്റിപ്പുറത്ത് പഠിച്ചത്. അല്ലോ MES കുറ്റിപ്പുറത്ത് എനിക്കെതിരെ എന്തെങ്കിലും ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര വൾഗർ. ബാക്കിയൊക്കെ സഖ്യം ഒരു ലജ്ജ ഇല്ലാത്തൊരു സാധനം എനിക്ക് തീരെ, അതും കൂടെയാണ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഒരു കാരണമായത്. അങ്ങനെ ഫറൂഖ് കോളേജ് എത്തി. ഫറൂഖ് കോളേജിൽ മൾട്ടിമീഡിയ ചെയ്ത്. മൾട്ടിമീഡിയ അന്നേരം ഫർമീസ്ക്കായിട്ട് മൊത്തം മലകര ട്രക്കിംഗ് ഒക്കെ ആയിരുന്നു അന്നത്തെ പാഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന കുത്താൻ വന്നിട്ടുണ്ട്, ആന കുത്തുന്നിടന്ന് ഓടി രക്ഷപ്പെടുക, പിന്നെ മല കയറാൻ പോവുക, ബാക്കിയുള്ള സുവോളജി ടീമിനൊക്കെ ഗൈഡായിട്ടൊക്കെ പോവുക, അങ്ങനത്തെ ഒക്കെ ഒരു കമ്പയിനും. അങ്ങനെ അത് കഴിയുന്നതിൻ്റെ കൂടെ മൾട്ടിമീഡിയ ആയിരുന്നില്ല. അപ്പോൾ മൾട്ടിമീഡിയ അങ്ങനെ എക്സാമിൻ്റെ അന്ന് രാവിലെ ആകുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ വിളിച്ചിട്ട് ഒരുമിച്ച് പഠിക്കാന്നെങ്കിലും ഷെയ്ക്കാക്കാന്ന് വിളിക്കുക. ഷെയ്ക്കാക്ക എക്സാമാണ്, അറിയോ? അറിയാം, നോട്ട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് വായിച്ച് പഠിച്ചോ. അങ്ങനെ പോയിട്ട് വായിച്ച് ആദ്യം ഹാളിൽ നിന്ന് ഇറങ്ങും. ജയിച്ചാൽ മതി, എനിക്ക് വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ തീർത്താണ് മൾട്ടിമീഡിയ. പക്ഷെ ജേർണലിസം സത്യത്തിൽ ഞാനൊരു ഈ പണിയാണെങ്കിൽ ചെയ്യണം എന്നുള്ള സാധനം വന്നത് ബിയുമ്മാനെ കാണാൻ പോയപ്പോഴാണ്. ആ വർഷം തന്നെ ബിയുമ്മാനെ കാണാൻ പോയി. പരപ്പനങ്ങാടി സക്കരിയൻ്റെ ഉമ്മാനെ. സക്കരിയൻ്റെ ഉമ്മ സത്യത്തിൽ ഞാൻ എൻ്റെ വല്യമ്മാനെ ഓർമ്മിക്കുന്ന പോലെ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നും അങ്ങനെ ഒരു രീതിയിലും എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരാളിലിങ്ങനെ കുടുങ്ങിപ്പോയിട്ട് എനിക്കറിയില്ല. അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അങ്ങനെ ഭയങ്കര 2017 ഭയങ്കര നിസ്സംഗമായിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. പറഞ്ഞു വരുമ്പം അവസാനം എനിക്ക് എന്തെങ്കിലും കുറച്ച് ഇമോഷണൽ വേണം. അന്നേരം നമ്മൾ കുറച്ചും കൂടെ
ചെറുപ്പം കൂടെ ആയതുകൊണ്ട് ഇത് സാധനം കിട്ടണം നമുക്ക്, കുറച്ചൊരു ഇമോഷണൽ സാധനം. അങ്ങനെ ഏതോ ഒരു ചോദ്യത്തിൽ അവരങ്ങ് വിതുമ്പിപ്പോയി. ആ വിതുമ്പൽ ഞാനും ആകെ ഞെട്ടിപ്പോയി, ഞാനാണല്ലോ ഇത് ചെയ്യിപ്പിച്ചതെന്നുള്ളൊരു തോന്നലായി. അന്ന് വിയുമ്മാനെ കണ്ട് വിയുമ്മേൻ്റെ നമ്മളോട് വളരെ അടുപ്പത്തിലാണ്. നമുക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഇൻ്റർവ്യൂ എങ്ങനെ എടുക്കണം എന്നറിയില്ല, ബാക്കിലെ കോയിൻ്റെ കരച്ചിലുണ്ട്, അതെന്താ ചെയ്യേണ്ടതെന്നറിയില്ല, മൈക്കില്ല, അങ്ങനെയൊക്കെ പോയി ചെയ്തതാണ്. പക്ഷെ അന്നത്തെ വിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എനിക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്ത്. അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠത്തിനെ, ഒരു കസിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ അവരെ വീട്ടിൽ കയറി. അപ്പോൾ അവർക്ക് ഈ വിയുമാനെ കുറിച്ചോ അവരുടെ അവസ്ഥയെ കുറിച്ചോ ഒന്നും അറിയില്ല. അതായത് ആ റോഡ്, അവരുടെ വീട് കഴിഞ്ഞിട്ട് വേണം, ആ റോഡിൻ്റെ അറ്റത്താണ് വിയുമാൻ്റെ വീട് വരുന്നത്. ഭയങ്കര നിരാശയോ വേറൊരു ഇത് തോന്നി. അപ്പോൾ അങ്ങനെ ആളുകൾ നമുക്കിടയിൽ ഇങ്ങനെ ജീവിക്കുന്നു, എന്നിട്ട് നമ്മൾ അറിയാതെ പോകുന്നു. അങ്ങനെ നോക്കാൻ വിയുമയായിരിക്കും സത്യത്തിൽ എൻ്റെ ഒരു ജേർണലിസം, ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എക്സാമൊക്കെ എഴുതി. അങ്ങനെ ഡൽഹിയിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി വന്ന്. MCRC നിങ്ങൾക്ക് അറിയാലോ, പഠിക്കണത് ഭയങ്കര പാടാണ്. ഇവിടെ കോച്ചിങ് ഒക്കെ ഉള്ളതാണ്. ഒരു മനോരമ ഇയർ ബുക്ക് വാങ്ങിച്ച് അത് തലക്ക് വെച്ചിട്ട് ട്രെയിൻ കയറി. വായിച്ചിട്ടൊന്നുമില്ലാതെ ഉണ്ടോ. അങ്ങനെ എവിടെങ്കിലൊക്കെ കിട്ടണം, മാർക്കും കുറവേനു. അപ്പം എൻട്രൻസിലൂടെ കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നാട്ടിൽ വേറെ പഠിക്കാൻ കിട്ടി. പിന്നെ ഇങ്ങനെയൊക്കെ ആയി. ഇവിടുന്ന് പിന്നെ എങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഇവിടുന്ന് നിങ്ങളിപ്പോൾ അൽ ജസീറയിലെങ്കിൽ പലയിടത്തും നിങ്ങളെ ബൈലൈനിലെ ആർട്ടിക്കിൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ജേർണലിസമാണ് പഠിച്ചത്, അതുകൊണ്ടുള്ള സാധനമാണ്. പക്ഷെങ്കിൽ പെട്ടെന്ന് കയറി ചെയ്തൊന്നല്ല, വളരെ ടൈം എടുത്ത് ചില CA സമയത്തിന് ശേഷമാണ് സത്യത്തിൽ ബൈലൈൻസ് ഒക്കെ വരുന്നത്. അപ്പം അന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വാഭാവികമായിട്ടും ജാമ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ. അപ്പോൾ എല്ലാവരുടെ സ്റ്റോറിയിലും എൻ്റെ ഒരു കോട്ടൊക്കെ ഉണ്ടാവും. കാരണം സമരത്തിലുണ്ട്, ഇങ്ങനെ ഡീറ്റെയിൽ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, എൻ്റെ അന്നത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് എല്ലാവർക്കും കോട്ട് കൊടുക്കും. എനിക്കങ്ങനെ ബൈലൈനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഡൽഹി പ്രോഗ്രാം ആയപ്പം 2020 തന്നെ അത് കവർ ചെയ്തപ്പം ആണ് ഫസ്റ്റ് വൈസിൽ ഒരു ബൈലൈൻ ഞാൻ്റെ ഒരു കാശ്മീരി ഫ്രണ്ടുമായിട്ട് ഒരുമിച്ച് ചെയ്തത്. പിന്നെ അങ്ങോട്ടേക്ക് മൂപ്പർക്ക് മനസ്സിലായി ഞാൻ ഗ്രൗണ്ടിൽ പോവും, എന്ത് റിസ്ക് എടുക്കും, മൂപ്പര് എന്ത് ചെയ്യും, കൊളാബ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. അങ്ങനെയാണ് പലയിടത്തും ആർട്ടിക്കിൾസ് ചെയ്തിട്ടുണ്ട്. വാഷിങ്ടൺ പോസ്റ്റ് ആയിരിക്കും വലുത് എന്ന് പറയാനുള്ളത്, അൽ ജസീറ ചെയ്തിട്ടുണ്ട്, TRT ചെയ്ത്, അങ്ങനെ അങ്ങനെ വാർത്തകൾ ചെയ്തു. ബിയുമാൻ്റെ ഒരു വാർത്ത ആഗ്രഹിച്ച് വീണ്ടും 2021 TRT ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ബിയുമാൻ്റെ അടുത്ത് പോയിട്ടില്ല. ഏകദേശം എല്ലാ വർഷവും ഇങ്ങനെ ഒരു വട്ടമായിട്ട് പോവുകയാണ്. നല്ല രസമുള്ള സംസാരമാണ് ഞാൻ അതാക്കിയിട്ടുള്ളത്. ഡിപ്രഷൻ വന്നിരുന്നു അവർക്ക്. നമ്മളൊരു ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെ ചോദിച്ചപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ വന്നിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് മരിക്കാൻ തോന്നുന്നു പറഞ്ഞോടുകൂടി നമ്മൾ ഇല്ലാണ്ടായിപ്പോയി. ഇങ്ങനെ എവിടുന്നാ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യാന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ വിയുമ്മയായിരിക്കും ആ രീതിയിൽ ഇങ്ങനെ മൊത്തത്തിൽ നയിക്കുന്നൊരു സാധനം. ഇത് നിർത്താനുള്ളൊരു സാധനം സക്കരിയ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ ചിലപ്പോൾ ഞാൻ ജേർണലിസം തന്നെ നിർത്തിപ്പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവരുടെ ഒരു ലോങ്ങിങ്ങിൽ കൂടെ നിൽക്കുന്ന ഒരു സാധനം കൂടിയാണ് എൻ്റെ ജേർണലിസം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുമിക്കണം, അവരും കൂടെ ഒരുമിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ അത് ഒന്ന് അവിടെ തുടങ്ങിയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ മൊത്തം ഇതിൻ്റെ ഒരു കണക്ക് കൂട്ടൽ മാത്രമായിരുന്നു, മരിച്ചവരെ കണക്ക് കൂട്ടുക. ഡൽഹി പ്രോഗ്രത്തിൽ രണ്ടുമാണ്, സർവൈവറാണ് ഞാൻ, റിപ്പോർട്ടറാണ്, വിറ്റ്നസ്സുമാണ്. എൻ്റെ തൊട്ട് മുന്നിൽ ആളുകൾ കൂടിയിട്ട് അടിച്ച് കൂട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വീഡിയോയിൽ, എൻ്റെ കയ്യിലുള്ളൊരു വീഡിയോയിൽ അതേ മോബ് എന്നെ ചുറ്റിയിട്ടുണ്ട് അന്ന് രാത്രി. അതായത് ഇരുട്ടത്ത് ടാഗില്ല. അപ്പോൾ ഞാനൊന്നും വെക്കില്ല, ഞാൻ ടാഗ് തീരെ ഉപയോഗിക്കാറുണ്ടായിരുന്നല്ല. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം
നമ്മൾ ഫ്ലൈ ഇൻ ദ വാൾ എന്നുള്ള രീതിയിൽ ആരും ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ ആരൊക്കെ മുഖം കൊടുക്കാണ്ട് എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ മോബിൻ്റെ കൂടെ. സ്ത്രീ ഇങ്ങനെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അവിടെ കൊന്നിട്ടുണ്ട്, ഞങ്ങളിവിടെ പ്രതികാരം ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച ആൾക്കാരുണ്ട്. ഒരു ദിവസം ജസീംക്ക് ഒരു ദിവസം മീഡിയ വണ്ണിൻ്റെ കാറുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ട് മാത്രം ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല, അവിടെ ഞാൻ പോവേണ്ടിയിരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ വയലൻസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തീ കത്തുന്നില്ല, തിരിച്ചു വരുമ്പോൾ എന്താക്കാണ് നമ്മൾ ബാക്കത്തെ എല്ലാവിടെയും തീ കത്താണ്. അങ്ങനെ നമ്മൾ വേഗം തിരിച്ചു പോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുസ്തഫാബാദിലുള്ള ഓരോ കബറെണ്ണീറ്റ് കുത്തിരിഞ്ഞിട്ടുണ്ട്. എത്ര ആൾക്കാർ മരിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോർച്ചറിൽ പോയപ്പം പല കണക്കുകളായി. അപ്പോൾ എന്താക്കി ഖബർസ്ഥാനിൽ വന്നിട്ട് ഓരോരുത്തർ കണക്ക് കൂട്ടി അവിടുത്തെ കെയർ ടേക്കർ നമ്മളെ നല്ല സുഹൃത്താണ്. ഇപ്പോഴും എല്ലാ മാസവും വിളിക്കും, പിന്നെ പെരുന്നാൾക്ക് വിളിക്കും, പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു വെക്കും, അവരവിടെ വാങ്ങിച്ചു വെക്കും, ഞാനിവിടെ എന്തെങ്കിലും അവരെ മക്കൾക്കുള്ള വെച്ച് അങ്ങനെ ഭയങ്കര അടുപ്പുള്ള ആളാണ്. സൗദ് ഹാസനായിട്ട്. അപ്പം സൗദ് ഭായിൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് ഉറങ്ങിയിട്ടുണ്ട്. നല്ല ടയേർഡാകുമ്പം അവിടെ പോയിട്ട് കിടക്കുകയൊക്കെ ചെയ്യും. കെയർ ടേക്കറാണ്. അപ്പോൾ മൂപ്പര് വിളിക്കും നമുക്ക്. പള്ളിയിൽ കബറുത്തുന്ന ആളൊക്കെ മൂപ്പര് വിളിക്കും, ഇന്ന മയ്യത്ത് ഇപ്പം വരുന്നുണ്ട്. അപ്പം എത്തുന്ന സമയത്തേക്ക് നമ്മളും അവിടെ എത്തും. നമ്മളത് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് ഡൽഹിയിൽ, അതായത് രാജ്യതലസ്ഥാനത്ത് മരിച്ച ആളുകളുടെ എണ്ണത്തിൽ ഇപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട് ഡൽഹി പ്രോഗ്രാമത്തിൽ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്നത്തെ ഒരവസ്ഥ. അപ്പം അത് കവർ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു വലിയ വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് മുസഫർ നഗറിൻ്റെ 10 വർഷങ്ങൾ നമ്മളൊരു വെബ് പ്രൊജക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇങ്ങനെ ആദർശികമായിട്ട് ഒരു ഗ്രൂപ്പിൽ വന്ന ചെറിയൊരു മെസ്സേജ്, ഇങ്ങനെ നാഷണൽ NHRCയിൽ ഒരു പെറ്റീഷനുണ്ട്, അത് കവർ ചെയ്യാനായിരിക്കും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഈ പെറുക്കി കിട്ടുന്ന സാധനങ്ങളൊക്കെ ജേർണലിസ്റ്റിൽ ഏറ്റവും നല്ല ഒരു വഴി ഞാൻ കണ്ടിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ പെറുക്കി കിട്ടുന്ന സാധനങ്ങളൊക്കെ കൂട്ടി വെക്കുക, അവരെ വിളിച്ചു വെക്കുക. അങ്ങനെ വിളിച്ചപ്പം കാന്തില എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അവർ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഒരു സ്കൂളൊക്കെ ഉണ്ട് മലയാളികൾക്ക് നടത്തുന്നത്. അവിടെ കുറേ മലയാളികളുണ്ട്, നല്ല രസമുള്ള പോകേണ്ട ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരായിട്ടല്ല ബന്ധപ്പെട്ടെ, അവിടെ ഒരു അഫ്ഗാൻ ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ പോയപ്പം ഇവരുടെ കുടുംബക്കാരെ മരിച്ചു എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡിക്ലെയർ ചെയ്താൽ അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷനും സർക്കാർ ജോലിക്കും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന 2 ഫാമിലീസിന് ഒരു റിസ്വാൻ സൈഫിയാണ് നമ്മൾ അതിൻ്റെ ഇത് ലീഡായിട്ട് വന്നിരുന്നത്. 10 വർഷത്തിന് ശേഷം ഇവർ മരിച്ചു എന്ന് തെളിയിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി കണ്ടു. തോന്നുന്നു എനിക്കത് 3 ബോഡി കണ്ടു. എനിക്ക് കുറച്ച് ഒരു ഓർമ്മേൻ്റെ പ്രശ്നമുണ്ട്. 3 ബോഡികളിൽ പോലീസ് കണ്ടിട്ടുണ്ട്. പോലീസ് കാവലിൽ നിൽക്കാൻ ഏൽപ്പിച്ചാണ്, പക്ഷെ അവർ കാവൽ നിന്നില്ല. പിറ്റേന്ന് എന്തില്ല, ആ ബോഡി കാണാണ്ട്. അപ്പം അവരെന്താണ് പിന്നെ അവരുടെ ബോഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ മിസ്സിങ് പേഴ്സൺസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇവർ കണ്ടിട്ടുണ്ട് ഇവരുടെ കുടുംബക്കാരെ കൊല്ലുന്നത്, പക്ഷേങ്കിൽ അവരുടെ ബോഡി കിട്ടാത്തതുകൊണ്ട് തന്നെ അവരെ മിസ്സിങ് പേഴ്സൺസ് ആയിട്ടാണ് ഗവൺമെൻറ് വെച്ചിട്ടുള്ളത്. 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യണമെന്നാണ് ഏത് ഡെഡ് ഓർ അലൈവ് എന്നുള്ളത്, പക്ഷേ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം അത് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു പെറ്റീഷൻ്റെ കഥ. അവിടെ പോയപ്പോഴാണ് മുസഫർ നഗറിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഒരു ദിവസത്തേക്ക് പോയാൽ ഞാൻ പിന്നെ നമ്മളൊരു വലിയ പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി, കുറേ ആൾക്കാരോട് ചോദിച്ചു. മക്തൂബിൻ്റെ വർക്കായിട്ടാണ് ചെയ്തത്. ഒരു വലിയ സംഖ്യേൻ്റെ പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി. ആരും ഏറ്റെടുത്തില്ല, കാരണം 10 വർഷം മുന്നേയുള്ള വിഷയമല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടുപോയി. പക്ഷെ എനിക്കെന്തോ തോന്നി നമ്മൾ തിരിച്ചു പോയി അവിടുത്തെ ഒരു വെബ് പ്രൊജക്റ്റായിട്ട് അവിടുത്തെ ആൾക്കാരുടെ മൊത്തം കഥകൾ വെച്ചിട്ടുള്ള സാധനം ചെയ്തു. അതൊരു നമ്മൾ പൗരത്വം അല്ലെങ്കിൽ കലാപം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള കുറേ ഉത്തരങ്ങൾ അവരുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കരിമ്പിൻ തോട്ടത്തിൻ്റെ
അക്കരെയാണ് 10 വർഷം മുന്നേ. അതിലൊരു ഒരു കുട്ടിയുടെ കഥയുണ്ട്. നമ്മൾ 14 വയസ്സുള്ള കുട്ടി, കുട്ടി ഇതിലുള്ള ഒരു വിക്റ്റിമാണ്. ഈ പറയുന്ന സ്വന്തം ഗ്രാമവാസികൾ വെടിവെച്ച് പിന്നെ തല്ലി പിന്നെ ചുട്ടുകൊന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഫോട്ടോ ഇല്ല ആരടുത്തും. അപ്പം ഫോട്ടോ ഉണ്ടായിരുന്നുള്ള ആ വീട്ടിലാണ്, അവരെല്ലാം ഇട്ടേച്ച് പോകുന്നുണ്ട്. ഈ കുടുംബം ഇപ്പോൾ താമസിക്കുന്ന അവരുടെ നേരത്തെ ഉള്ള ഈ ഗ്രാമത്തിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതുവരെ അവർ തിരിച്ചങ്ങോട്ടേക്ക് പോയിട്ടില്ല. അതായത് ഒരു കരിമ്പിൻ തോട്ടത്തിൻ്റെ അക്കരെയാണ് ഇവരുടെ ഗ്രാമമുള്ളത്. അപ്പോൾ അതിൽ ലിസാർഡ് എന്നുള്ള ഗ്രാമമുണ്ട്. ലിസാർഡ് എന്നുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഈ മിസ്സിങ് ആയിട്ടുള്ള കേസസ്. അവിടുത്തെ പള്ളികളൊക്കെ പൂട്ടിയിട്ടുള്ളത്. ഈദ്ഗാഹ് 10 വർഷമായിട്ട് പൂട്ടി കിടക്കാണ്. അവിടെ ഫുള്ള് കള്ളിച്ചെടിയൊക്കെ ആയിട്ട് മറ്റേ കാട് പിടിച്ച് കിടക്കുന്നത്. നമ്മളവിടെ പോയിട്ട് നമ്മൾ കുറേ പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെയുള്ള 2-3 മനുഷ്യവാസമല്ല തീരെ. ആൾക്കാരുണ്ട്, ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. മുസ്ലിങ്ങൾ ആരും അവിടെ ജീവിക്കുന്നില്ല. അവരെല്ലാവരും ഈ ക്യാമ്പുകളിലേക്ക് മാറി ജീവിക്കുകയാണ്. കാന്തില അങ്ങനെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. അവർ ഓരോ കഥയും അതിൽ ഈ ബിൽക്കിസ് ബാനു പോലെ തന്നെയുള്ള 2-3 സ്ത്രീകൾ അവിടെ ഉണ്ട്. ഇങ്ങനെ അടുത്ത അവരെ ഭർത്താവ് തയ്യൽക്കാരനാണ്. ഭർത്താവിൻ്റെ അടുത്ത് ഡ്രസ്സ് തുന്നിക്കാൻ വരുന്ന ഗ്രാമവാസികളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ആ കരിമ്പിൻ തോട്ടം, അവരുടെ തന്നെ കരിമ്പിൻ തോട്ടമായിട്ടുള്ള തോട്ടത്തിൽ വന്നിട്ട് ഇവർ ഹൈഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അയൽവാസികളാണല്ലോ എന്നുള്ള രീതിയിൽ ഇവർ കണ്ടപ്പോൾ ആശ്വസിച്ച ആളുകൾ എന്ത് ചെയ്തതാണ്, വന്ന് അവരെ കുട്ടീനെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി മാസ് റേപ്പ് ചെയ്ത. അതാണ് അവർ അതിൽ 3 പേർക്ക് ജീവപര്യന്തം ഇത് കിട്ടിയിട്ടുണ്ട്, ജീവപര്യന്തം ശിക്ഷ കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിലാകെ ഒരു കേസ് ഫൈറ്റ് ചെയ്തത് ആ കേസാണ്, അതിൽ ജീവപര്യന്തം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകൾ നമ്മളൊരു ബിൽക്കിസ് ബാനുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളും ജീവിക്കുന്ന അവരുടെ ഈ കഥകളൊക്കെ ഉള്ള ഇന്ത്യനെ കാണാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയത് ഈ CA-NRC സമയത്ത് നിങ്ങൾക്ക് അടിയിട്ടപ്പോഴാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ അടുത്ത് ഹംദേക്കിങ് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. പുസ്തകമല്ല, ഞാൻ നല്ല ചായ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്ന ഒരു ഫോട്ടോ ബുക്കാണ്. അപ്പോൾ അതിലുണ്ട് നിങ്ങൾക്ക് തല്ല കിട്ടിയിട്ട് ഇവിടെ ഫുള്ള് ചോര, മൂക്ക് മൊത്തം ചോര. അപ്പോൾ നിങ്ങൾക്ക് ആ തല്ലിട്ടിയ കഥയൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ എന്തായാലും പോഡ്കാസ്റ്റിലിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കേൾക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അന്നത്തെ ഒരു സിറ്റുവേഷൻ, അതിനുശേഷമാണല്ലോ നിങ്ങൾ കുറച്ചും കൂടിയും ഷെയ്ൻ അബ്ദുള്ള നിങ്ങളെ സ്റ്റോറീസൊക്കെ പലയിടത്തും വരാൻ തുടങ്ങിയത്. തല്ലുകെട്ടൽ നാട്ടിൽ തന്നെ തുടങ്ങിയാണ്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ, ഞാൻ പുറത്ത് വെച്ച് നാട്ടിൽ വന്ന് കോഴിക്കോട് DD ഓഫീസ് മാർച്ചിലേക്ക് വരുമ്പോൾ, കുറ്റിയാടിയിൽ നിന്ന് ബസ് കയറുമ്പം കൂടെയുള്ളവർ ചോദിച്ചു അടി കിട്ടാൻ തയ്യാറല്ലേ ചോദിച്ചു. അപ്പം നമ്മൾ ഈ വിപ്ലവമൊക്കെ അന്ന് മദ്രസയിൽ നിന്നൊക്കെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല, മദ്രസയിൽ ഉസ്താദന്മാർക്ക് അടി കിട്ടും, അടി കിട്ടും, കുഴപ്പമില്ല, എന്തിനും തയ്യാറാണെന്നുള്ളത്. പോപ്പല്ലേ പോടാ പോലീസൊക്കെ വിളിച്ച് മാർച്ചാണ്. നേരപ്പന അടി കിട്ടി. അപ്പം ഞാൻ ഫ്രണ്ടിൽ കുടുങ്ങിപ്പോയിരുന്നു. അപ്പം അടി കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബാക്കിലേക്ക് ഓടി. അപ്പം ഞാൻ ആലോചിച്ചത് ഞാൻ ഓടൂല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ എന്തൊക്കെ തിരിച്ച് അടി കിട്ടത് അങ്ങോട്ടേക്ക് വീണ്ടും അത്. അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ കൂടുതൽ ചങ്ങായിമാരിത് നിൽക്കണമെന്ന് പറഞ്ഞ ടീംസൊക്കെ ഇടും. ഓരോണ്ട് ബസ് സ്റ്റാൻഡിൽ ബസ് അത് ഒത്തിരിക്കുന്നു. ഞാൻ പക്ഷെ അന്ന് അടി കിട്ടിയൊരു വേറെ കോമഡി വെച്ച് കഴിഞ്ഞാൽ അന്ന് തുടക്കാൻ അടി കിട്ടിയത്. എല്ലാവരും ഇങ്ങനെ അടി കിട്ടിയ പാടുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നേതാക്കന്മാർക്ക് എനിക്ക് ആരെയും അറിയില്ല. ഞാനിത് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആരെയും കാണിച്ചില്ല. 2 വലിയ വാക്കുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ച് അങ്ങനെ അടി കിട്ടൽ കുറേ കിട്ടിയതാണ്. അന്ന് കിട്ടിയത് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കേരള പോലീസ് തന്നതിൻ്റെ അത്ര ഒന്നും ഡൽഹി പോലീസ് തന്നിട്ടുണ്ട് കേട്ടോ. വേറെ 2 ഇൻസിഡൻസ് കാര്യമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 5 വട്ടമായിട്ട് ഡീറ്റെയിൻഡ് ആയിട്ടുണ്ട്. ഒന്ന് UP 4 വട്ടം ഡൽഹിയിൽ. ഇത് ഈ CA-NRC ആ സമയത്ത് 5 വട്ടം ഡീറ്റെയിൻ ആയിട്ട്. സമരത്തിൻ്റെ ഫസ്റ്റ് ദിവസം ഡീറ്റെയിൻഡ് ആയിട്ടുണ്ട്. 2ാമത് ഡീറ്റെയിൻഡ് ആയ ഞാനായിരുന്നു. പിന്നെ മറ്റേ വെടിവെച്ച ദിവസം ഉണ്ടായിരുന്നല്ലേ, ജാമ്യ സ്റ്റുഡൻസിനെ വെടിവെച്ചെന്ന്. അന്ന് കുറച്ച് നേരം ഡീറ്റെയിൻഡ് ഉണ്ടായിരുന്നു. നമ്മളൊരു ജീപ്പ് കയറിക്കൊണ്ടേ മറ്റൊക്കെ ചെയ്തിരുന്നു. പിന്നെ
1 മണിക്കൂർ വെച്ചതിന് ശേഷം അവർ വിടുക ചെയ്തത്. മൂന്നാമത് ഒരു ഇതിലാണ് ആ സത്യത്തിൽ എൻ്റെ ഏറ്റവും ജീവിതത്തിൽ അത്രയും ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ളതും ഞാൻ ഒരു കമ്പോസിഷൻ നഷ്ടപ്പെട്ട ഒരു സാധനമാണ് മൂന്നാമതുള്ള. അതായത് പോലീസ് ബാരിക്കേഡ് മേലെ ആരെയും കയറ്റൂല എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ വന്ന് നിന്നു. അപ്പം ബാരിക്കേഡ് മേലെ ആദ്യം ഞാൻ പിടിച്ച് കയറി. ഞാൻ അന്ന് കൂടെ നിൽക്കില്ല, സമരത്തിന് കൂടൂല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പോലീസിൻ്റെ ഒരു പ്രൊവൊക്കേഷനിൽ ഞാൻ കയറി. അതിൽ അപ്പുറത്ത് വന്ന പോലീസുകാരൻ തള്ളിയപ്പം ഞാൻ പോലീസുകാരൻ തിരിച്ചു കളി. അതെല്ലാവരും വീഡിയോസിലെടുക്കും, കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൽ പോലീസുകാരെല്ലാവരും കൂട്ടിക്കൊണ്ട് ഈ ബസ്സിൽ, അതായത് ആ ബസ്സിനെ എല്ലാ സൈഡിൽ നിന്നും ബ്ലോക്ക് ചെയ്തു. ആളുകളൊന്നും അങ്ങോട്ടേക്ക് എത്തുന്ന രീതിയിൽ നിലത്തിരുത്തി ഒരു അരമണിക്കൂർ നല്ല 3-ാം വകയെന്നോ 4-ാം വകയെന്നൊക്കെ പഠിക്കുന്ന സാധനങ്ങളൊക്കെ, പിന്നെ ഭയങ്കരമായിട്ടുള്ള സ്ലർസ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ചീത്ത വിളിയൊക്കെ ആയിട്ട് നടന്നിരുന്നു. നല്ല അടിട്ടി അന്ന് എൻകൗണ്ടർ ആയിരുന്നു പറഞ്ഞത് എൻ്റെ കൂടെ. അന്ന് ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. സാധാരണ പോലീസ് മാത്രമല്ല, ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഓഫീസേഴ്സ്. കൈ ബാക്കിൽ തിരിച്ച് വെച്ച് എൻ്റെ ഷൂ തന്നെ വെച്ചിട്ട് എൻ്റെ മുഖത്തടിച്ചടിച്ച്. അതിൽ ഏറ്റവും ഇതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഇതിപ്പോൾ വീട്ടുകാരൊക്കെ അറിയില്ല ഇത് റെക്കോർഡ് ചെയ്താൽ, അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ചടിച്ച് പിന്നെ ഒരു പോയിന്റ് എത്തി. വേറൊരു കുട്ടീനെയും കൂടെ ആ ബസ്സിലേക്ക് കൊണ്ടുപോകും, ഓനെ കുറച്ചടിച്ചു. അപ്പം ഇസാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻജിനീയറിംഗിൽ പഠിക്കുന്ന, അപ്പം ഓനെ അടിച്ചൊരു സൈഡാക്കി. ഞങ്ങളവിടെ സീറ്റ് ഇരിക്കാൻ പാടില്ല, നിലത്ത്, അതായത് ഈ ഇടയിലുള്ള നിലത്തിരിക്കണം, തല പുറത്ത് കാണാത്ത രീതിയിൽ ഇരിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ പൗരബോധം ഉണർന്നു. ഞാൻ എന്ത് ചെയ്തു, സീറ്റ് കയറിയിരുന്നു. അവകാശമാണല്ലോ, അവകാശത്തിന് വേണ്ടിയിട്ട് സീറ്റ് കയറിയായിരുന്നു. അതിൽ ഈ കാശ്മീരിലുള്ളൊക്കെ രീതിയിൽ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ അന്ന് സത്യത്തിൽ ഇവരുടെ ഇതുകൊണ്ട് ഞാനൊരു സമയം എങ്ങനെയെങ്കിലും ഈ ഇസ്ഹാറിനെ രക്ഷിക്കണം. അതായത് സത്യത്തിൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മമ്മൂട്ടി ആവണം എന്നുള്ളൊരു ബോധമുണ്ടാകും. ഇസ്ഹാറിനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെയുള്ളൊരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്തായാലും എൻ്റെ കാര്യം തീരുമാനമായി എന്നുള്ളൊക്കെ അവസ്ഥ, ആ രീതിയിലൊരു പ്രൊവൊക്കേഷനും ആയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ സീറ്റ് കയറിയിരുന്നപ്പം ആ 4-5 ഓഫീസേഴ്സ് വന്ന് തല്ലി എന്നിട്ടൊന്നും സ്വാഭാവികമായിട്ട് കുറച്ചൊരു പിടുത്തത്തിലായിരുന്നു. താഴേക്ക് ഇറക്കാനാവില്ല. പിന്നെ സീറ്റും ആയതുകൊണ്ട് തന്നെ അതിനൊരു അവർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ തള്ളിയിടാനും പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് അവർ എൻ്റെ ഷൂ അവരെ കയ്യിൽ ഉണ്ട്, ഒരു ഷൂ, അതെടുത്തിട്ട് ഇസ്ഹാറിനെ അടിക്കാൻ തുടങ്ങി, മറ്റവനെ അടിക്കാൻ തുടങ്ങി. മറ്റവനെ അടിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി എൻ്റെ മോഹയിൽ അതോടെ തീർന്നു. ഞാൻ താഴോട്ടേക്ക് സ്വമേധയ ഇറങ്ങി വീണ്ടും നിലത്ത് പോയിരുന്നെടുത്ത് അന്നേരം അവൻ്റെ അടിയിൽ നിർത്തി. അതായിരിക്കും എൻ്റെ ഒരു ലോവസ്റ്റ് പോയിരുന്നില്ല. പിന്നെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡൽഹി പ്രോഗ്രാം നടക്കുമ്പം DUക്കാർ വിളിച്ചിരുത്തി അവരുടെ പ്രൊട്ടസ്റ്റ് കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കെജ്രിവാളിൻ്റെ വീട്ടിൻ്റെ പുറത്തുള്ള പ്രൊട്ടസ്റ്റ് രാത്രി 3 മണിക്ക് ഇവർ ആദ്യം മറ്റേ വെള്ളം ചീറ്റി, വൃത്തിയുടെ വെള്ളവും പിന്നെ തണുപ്പും നടക്കുന്ന വിന്ററിലാണല്ലോ. അതെ. അപ്പോൾ അടിയിട്ട് ഭയങ്കര സുഖമാണ് കാര്യം. അതിൽ നന്നായിട്ട് അടിച്ച്. അതിലാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഇതൊക്കെ പറയൊക്കെ ചെയ്തിട്ടുള്ളൊരു അടിയും കൂടിയായിരുന്നു. പല അടികളുണ്ട്, പലതുണ്ട്. അന്നാണ് അനീസ് ഖാൻ്റെ അടി കിട്ടിയ. അനീസ് ഖാൻ ഒരു പകുതി ബോധമുള്ള ഒരവസ്ഥയിലൊക്കെ എത്തി. തല പൊട്ടി ചോര വരെ ഉണ്ടായിരുന്നു. അപ്പം വേറൊരു പെൺകുട്ടി, നമുക്ക് അറിയുന്നൊരു പെൺകുട്ടി പോലീസ് പിടിച്ചു വെച്ച് വന്നതായിട്ടുള്ള അവരാ അലർച്ച ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ജയിലിൽ കിടക്കുന്ന ഷിഫ റഹ്മാനൊക്കെ അന്ന് നമ്മളെ കൂടെ ഡീറ്റെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ഞങ്ങളൊരു റെക്കോർഡ് റൂമിൻ്റെ ഒരു ഉള്ളിൽ കൊണ്ടുപോയി അവിടുന്ന് കുറേ അടിച്ചു. പിന്നെ അടി കിട്ടുന്ന ആൾക്കാർ നമ്മൾ കുറേ മലയാളി ചെക്കന്മാരൊക്കെ ഉണ്ട്. പിന്നെ അപ്പോഴൊക്കെ ഞാൻ സീനിയർ ആയിട്ടുണ്ട്, അടി കിട്ടി അല്ലെങ്കിൽ ഡീറ്റൻഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള. അപ്പോൾ നമ്മൾ അവരെ കൂടുതൽ സഹായിക്കുകയും രക്ഷിക്കുകയും അടിക്കാതിരിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി സംസാരിക്കാതിരിക്കുകയും. അനീസ് ഖാൻ്റെ ബോധം പോവാതെ നോക്കണം എന്നുള്ള ഒരു പണിയായിരുന്നു. കാരണം ഒരാൾ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവില്ല. മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടിയിട്ടില്ല. രാവിലെ 10 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു.
അതും ഭയങ്കര അപ്പൊ രാത്രി മൊത്തം മൂപ്പരെ ഉറങ്ങാതെ ഇങ്ങനെ വിടുക. അങ്ങനെ തട്ടിക്കൊടുക്കും ഇടക്കിടക്ക്. ഇതെത്ര ഇങ്ങനെ എത്ര എന്നൊക്കെ ചോദിച്ചു. എനിക്ക് തോന്നുന്നത് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെള്ളം തന്നു തോന്നുന്നു. അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നല്ല ലേറ്റ് ആയിട്ടാണ് ഇതാക്കിയത്. രാവിലെ ആകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു. ഇതിൽ ആയിഷ തന്നെ അങ്ങനെ വിരല് ചൂണ്ടിയിട്ടുള്ള ഒരു വട്ടത്തിലുള്ള ഒരു തല്ലുണ്ടല്ലോ, അതൊക്കെ നടക്കുന്നത്? അത് ഇതിൽ പറയാത്താണ്. അതിൽ ഡിറ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നു. അതിൽ സ്വാഭാവികമായിട്ടും അതൊരു കഥയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ പോലും ഇത് ഭയങ്കര ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അന്ന് അടി കിട്ടിയത് എന്നുള്ള ഒരു സാധനമാണ്. അപ്പം ഞാൻ പറയാൻ കുറച്ച് ചടപ്പുള്ളൊരു കഥയും കൂടിയാണ്. അതുകൊണ്ടല്ല, നമ്മൾ ലതീദക്ക് സുഖമില്ലാണ്ടായി. സുഖമില്ലാണ്ടെന്ന് വെച്ചാൽ അവർ കുറച്ച് ആസ്മാറ്റിക് ആയിരുന്നു. അപ്പം ലതീദേനെ നമ്മളൊരു കുറച്ച് സേഫായിട്ടുള്ള ടിയർ ഗ്യാസ് പൊട്ടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുമ്പോഴാണ് പോലീസ് വരുന്നത്. അപ്പം അതിനെത്തും മുന്നേ അന്ന് ഞാൻ ശരിക്കും പ്രസ് കാർഡ് കാണിച്ചിരുന്നു. ഞാൻ പോലീസിന് പ്രസ് കാർഡ് കാണിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യല്ല, ഞങ്ങൾ ഇവരൊന്ന് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റട്ടെ, ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ള രീതിയിൽ. അത് പറയുമ്പോൾ തന്നെ എൻ്റെ കാൽമേൽ ഈ ബാറ്റൺ വെച്ചിട്ട് അടിക്കുന്നുണ്ട്. അല്ല, NFC വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ച് പിന്നെ അവസാനം ഈ അടി കൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം എന്നെ ചെയ്തു, ഇവരൊന്നും ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ വെറുതെ ഒരു തമാശക്ക് അങ്ങനെ പറഞ്ഞാണ്. അന്നേരത്തെ ഒരു ഇതിൽ ഇവർ നോക്കുമ്പോണ്ട് നമ്മളെ വാക്കന്നെ വന്നിട്ട് നമ്മളൊരു വീട്ടിൻ്റെ ഉള്ളിൽ, ഏതോ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരാൾ ഗേറ്റ് തുറന്നു ലതീദൻ്റെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് ഉള്ളിൽ കയറി വന്നു. അപ്പം ഗേറ്റിൻ്റെ പുറത്ത് പോലീസ് എന്നെ വിളിച്ച് എന്നെ വന്നിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നോക്കി. അപ്പം അന്നേരം നമ്മൾ തൊട്ട് മുന്നേയുള്ള അന്ന് ഈ ബസ് കത്തിക്കുന്ന ഇതൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അത്രയും കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യില്ല, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു വേർതിരിവൊന്നും കാണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ എന്തൊക്കെയുന്നുണ്ട്, എന്നെ അങ്ങോട്ടേക്ക് പോകല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ മുന്നിലേക്ക് വന്ന് നിൽക്കാൻ നോക്കുകയാണ്. അതിൽ കഴുത്തല്ല കോളർ പിടിച്ചിട്ട് അടിച്ചൊന്നും എനിക്ക് വലിയ ഓർമ്മ ഒന്നുമില്ല. കുറച്ച് കടകൂടെ ഏതായിട്ട് ഒരു തൃശ്ശൂർ പോലെ പൊട്ടലും ചീറ്റിലൊക്കെ കേട്ട് പിന്നെ എണീച്ച് പിന്നെ ആൾക്കാരെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും കുറച്ചും കൂടെ റീകൺസ്ട്രക്ട് ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത്. അവർ പോയി അതിൽ തന്നെ ശരിക്കും ആ വീഡിയോൻ്റെ ഒരു 4 മിനിറ്റുള്ള വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ഞാൻ വെറുതെ എടുത്ത് വെച്ചിട്ട് സാധനമുണ്ട്. നമ്മളൊരു പ്രൊജക്റ്റ് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട്. ലതീദ കുഴഞ്ഞു വീഴുന്നുണ്ട്, അവരത് കണക്കാക്കുന്നില്ല. ഒരു പടച്ചവൻ്റെ റഹ്മത്ത് എന്നുള്ളൊക്കെ രീതിയിൽ ഇവിടുന്ന് ഒരു ഓട്ടോക്കാരൻ അവിടെ വരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു ഓട്ടോക്കാരൻ വരുന്നു, നമ്മൾ ലതീദാനെ ഓട്ടോയിൽ കയറ്റുന്നു. അതെന്നെ നടക്കുകയാണ്. നമ്മൾ 3 പേര് ഓട്ടോയിൽ കയറിയിട്ട് ലതീദാനെയും കൊണ്ട് പോവുകയാണ്. അതിലും പോലീസ് തടയുന്നുണ്ട്. അങ്ങനെ എമർജൻസി പൊസിഷനിൽ പോലും പോലീസ് തടയുന്നുണ്ട്. അന്ന് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി, ലതീദാൻ്റെ ട്രീറ്റ്മെൻറ്റ് ബാക്കിയുള്ളവരൊക്കെ എത്തി. അവിടുന്ന് ഒരു ഫോട്ടോ ഞാൻ അടികൊണ്ടിട്ടുള്ളതിനൊരു ഐസ് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ഐസ് വെച്ചിട്ട് എന്നോട് കുറച്ചേരം കിടക്കാൻ പറഞ്ഞാൽ നഴ്സുമാരൊക്കെ മലയാളികളാണ്. അപ്പോൾ അവർ പിടിച്ച് കിടത്തിയിരുന്നു. ആ ഫോട്ടോ എല്ലാ ഗ്രൂപ്പിലും പോയി. അന്ന് ഈ ജാമ്യയിലെ ആളുകൾ മരിച്ചു എന്നിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫോട്ടോ കൂടെ പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായി. ഇതിലൊക്കെ നിങ്ങളെ വീട്ടുകാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? വീട്ടുകാർക്ക് പല റെസ്പോൺസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് രാത്രി ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചോടൽ ഭയങ്കര മോശം പരിപാടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തിരിച്ചു വിളിക്കൂല, പക്ഷെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ നല്ല ഉമ്മ സംസാരിക്കാറ്. പക്ഷേ അന്ന് ഉമ്മ വേറൊരു ധൈര്യത്തിൽ വേറൊരു ഇതിൽ ആ ഒരു ഡയലോഗ് അടിച്ചു. അത് തന്നെയാണ് വേറെ രീതിയിലൊരു ഫ്യൂവൽ. പിന്നെ ജാമ്യനേക്കാളും വലിയ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ സേഫ് ആവാൻ നോക്കും, മാക്സിമം സേഫ്റ്റി നോക്കലുണ്ട്. അതേസമയം അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒരു റിപ്പോർട്ടിങ് നമ്മൾ പകുതി വെച്ചിട്ട് തിരിച്ചു പോന്നിട്ടില്ല. അതെത്ര പ്രയാസമുള്ള സാധനമാണെങ്കിലും അത് പോയി ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം പേടിയൊന്നുമില്ല നിങ്ങൾക്ക്? പേടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക്
ആളുകൾ പറയുന്ന പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് പേടിയില്ലാത്തതാണോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല. ചെയ്യലാണ്. അന്നേരം ഇതൊന്നും മനസ്സിലാവില്ല നമുക്ക്. ഇങ്ങനെയാണ് ഇത്, ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊന്നും മനസ്സിലാവില്ല. നമ്മൾ മുന്നിൽ നടക്കാനല്ലോ. അപ്പം നമ്മൾ വേറെ പല ലോജിക്കിലേക്കും ചിന്തിക്കുക. നമ്മളിപ്പം അതുകൊണ്ടായിരിക്കും പെട്ടെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന. ഈ മണിപ്പൂരിൽ പള്ളീൻ്റെ അകത്ത് ഉള്ള പോലീസ് കയറിയതിൻ്റെ ഒരു സ്റ്റോറി ഞാനും ഫാരിസും ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിൽ പോയിട്ടൊരു പള്ളീൻ്റെ അകത്ത് ലൈവ് ഫയറിങ് നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പടപടപടായിട്ടുള്ള ഇത് നടക്കുകയാണ്. നമുക്ക് അന്നേരം ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെട്ട് ഇനി എന്ത് ചെയ്യണം? സ്റ്റോറി ചെയ്യണം, കൂടെ വന്ന ആൾക്കാരെ രക്ഷിക്കണം, തിരിച്ചു പോകണം. ഞങ്ങളൊരു 10 മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ടാവുള്ളൂ. ഓരോ ചങ്ങായിമാർ, അവരൊരു 10 പേര് നമ്മളെ കൂടെ വന്നിരുന്നു. ഇവർ ചെതറിപ്പോയി. ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നിങ്ങളെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന റിപ്പോർട്ടർമാർ അല്ല, നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ. നമ്മളെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം കൂടെ ആയിരുന്നു അന്ന്. ശരിക്ക് ഈ ക്രോസ് ഫയറിങ്ങിൽ ഒരു മോസ്ക് പെടുന്നതും ആ ഗ്രാമം മൊത്തം എന്തായിരുന്നു അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവുകയും ചെയ്തത്. കോക്ത എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള റിപ്പോർട്ടേഴ്സിൻ്റെ തൊട്ടല്ല, നമ്മൾ ഏത് നാട്ടിൽ പോയാലും ആ നാട്ടിൽ പോയി താമസിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അവരെ വീട്ടിലൊക്കെ താമസിച്ചു. അങ്ങനെയൊക്കെയാണ് റിപ്പോർട്ടുകൾ. മണിപ്പൂർ ട്രിപ്പിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, BBC-യിലും അൽ ജസീറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കവർ ചെയ്ത ആൾക്കാർ. അവർ ഒരു ദിവസം ടാക്സീൻ്റെ മാത്രം 6000 രൂപയാവും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ മൊത്തം ട്രിപ്പിൽ ട്രാൻസ്പോർട്ടേഷൻ വന്നത് 6000-ന് കുറവാണ്, 4000 സംതിങ് ആയിട്ടുള്ളൂ. നമ്മൾ ഓരോരുത്തർ കൂടെ ടാഗ് അലോങ് ചെയ്ത് അവിടെ താമസിച്ച് 2 ദിവസം കുക്കികളോട് താമസിച്ച്, 2 ദിവസം ഇവിടെ താമസിച്ച്, 2 ദിവസം കോക്ത എന്നിട്ടുള്ളൊരു പങ്ങൽ മുസ്ലിങ്ങളുടെ ഒരു ഗ്രാമമുണ്ട്, അവിടെ താമസിച്ച് അവരെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച്, അവരെ കൂടെ കറങ്ങി, അവരെ പള്ളിയിൽ നിസ്കരിച്ച്, ഈ കുക്കി ക്രിസ്ത്യൻസിൻ്റെ കൂടെ ആയ സമയത്ത് അവരെ മാസിൽ പങ്കെടുത്തെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അവരായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അവരുടെ കൂടെ ഫുൾ ഉണ്ടായിരുന്നു. ആ ഫയറിങ് നടക്കുമ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റിലിറ്റീസ് ഉള്ളത്, അതൊരു നോമാൻസ് ലാൻഡൊക്കെ കടന്നു പോകണം. അതായത് അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ട് ഇപ്പുറത്ത് വന്ന വണ്ടി, അത് ശരിക്കൊരു 2 രാജ്യം പോലെ ആയി മാറിയിട്ടുണ്ട് ആ സമയത്തിട്ട്. അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങി ബോർഡർ, അവിടെ നിന്ന് സിവിലിയൻ ബോർഡർ എന്നുള്ളത് ആൾക്കാരുണ്ടാവും. ആൾക്കാർ നമ്മളെ ചെക്ക് ചെയ്യും, ആരാന്ന് ചോദിക്കും. അത് പറഞ്ഞു കൊടുത്ത് നമ്മൾ അങ്ങോളം നടന്ന് ആ ലാൻഡിലാണ് ഫയറിങ് നടക്കുന്നത്. അതായത് വാലിൻ്റെയും ഹില്ലിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പാണത്. അപ്പം ആ ഗ്യാപ്പിൽ കൂടെ നടന്നു പോയി അപ്പുറത്ത് നമുക്ക് ആദ്യം കോണ്ടാക്ട്സ് ഉണ്ട്, അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരവിടെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, അവരെ കൂടെ കയറി അവരോട് പോവാം. അവരെവിടെ കൊണ്ടുപോകുന്നോ എന്തിനു കൊണ്ടുപോകുന്നോ ഒരു ഡീറ്റെയിൽസ് നമ്മളില്ല, പോവാ ഒറ്റ മൈൻഡ്. എല്ലാവരും, അതായത് അവിടെയുള്ള എല്ലാവരുടെ കയ്യിൽ എന്തിട്ടുണ്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് ഉണ്ട്. ജേർണലിസ്റ്റുകളുടെ അടുത്ത് അവരെല്ലാവരും നിൽക്കുന്നത് ശരിക്കും മെയിൻ റോഡ് മേലാണ്. നമ്മളിവരുടെ ഗ്രാമത്തിലാണ്. നമ്മളെ അടുത്തുള്ളത് എന്തായാലും പോവല്ലേ, എന്തേ പറ്റിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചീത്ത ആക്കേണ്ടതെന്ന് വെച്ചിട്ട് ഡെക്കാത്തലോന്ന് ഒരു ജാക്കറ്റ്, ഹാഫ് കൈ ജാക്കറ്റ് വാങ്ങി അതിൻ്റെ ബാക്കിൽ പ്രസ് എഴുതി അത് എഴുതി ഞങ്ങളും പോയി. അപ്പോൾ ഈ കൂടെയുള്ള ജേർണലിസ്റ്റുകളെന്നൊക്കെ പറയുന്ന ആരൊക്കെയായിരിക്കും? BBC അന്ന് അങ്ങനെ BBC ആയിരുന്നല്ല, ഫ്രണ്ട്സ് ഉണ്ട് എല്ലാത്തിലും. നമ്മളിപ്പം റോഹിംഗ്യ സ്റ്റോറി AP-യിൽ ചെയ്തത് നമ്മളെ സീനിയറാണ്. പിന്നെ MCRC ഭയങ്കര ഒരു റിസോഴ്സാണ്. MCRCൻ്റെ സീനിയേഴ്സ് ലോകത്തുള്ള എല്ലാ മീഡിയാസിലും ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു സപ്പോർട്ടിൽ പലതും നടക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അന്ന് മണിപ്പൂരൊക്കെ നമ്മൾ മാക്സിമം ലോക്കൽ മുസ്ലിം ഗ്രൂപ്പുകൾ, കുക്കി ഗ്രൂപ്പുകൾ, അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇത്ര ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു, ഇപ്പോൾ നേരത്തെ നിങ്ങളിങ്ങനെ എല്ലാ പീസസും ഇങ്ങനെ ഈ റോഹിംഗ്യൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാ പീസസും ഇങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് കിട്ടാത്തൊരു ഇൻസൈറ്റ് അതിൽ ഉണ്ടാവും എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബേസിക്കലി ഈ പ്രത്യേകിച്ച് റോഹിംഗ്യ വിഷയം കൊണ്ട് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു പോളിസി ഷിഫ്റ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറയാം. അത് ഗുജറാത്തിൽ, രാജസ്ഥാനിൽ,
ആസാമിൽ, ഡൽഹിയിൽ ആളുകളെ, ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആളുകളെ പിടിക്കുന്നു. എന്നിട്ട് അവരുടെ ഡോക്യുമെൻ്റ് നോക്കുമ്പോൾ ചില ആൾക്കാർ ഇന്ത്യൻ പൗരരാണെന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വേറെ വിടുന്നല്ല, ബംഗ്ലാദേശി ആയിട്ടുള്ള ആൾക്കാർ. ബംഗാളി സംസാരിക്കാത്ത ഗുജറാത്തി ആയിട്ടുള്ള ആളുകൾ പോലും ബംഗാളി എന്നാണ് എന്തായിരുന്നു പോലീസ് വിളിക്കുന്നത്. അപ്പം ബംഗ്ലാദേശി എന്നുള്ള ചാപ്പ കുത്തുന്നു, അവരെ എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു. ഏകദേശം 260 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഇതേ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ഫോൾഡ് ആക്കിയിട്ട് ഈ സുന്ദർബൻസിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അത് കൺഫേംഡ് ആണ്, അവിടുന്ന് കൺഫേംഡ് ആണ്. നമ്മളൊരു ബംഗ്ലാദേശ് പോലീസായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിരുന്നു, ഒരു ഡീറ്റെയിൽ അയച്ച് പിന്നെ റിപ്ലൈ ചെയ്യുന്നിട്ടില്ല. പക്ഷെങ്കിൽ സ്ക്രോള് അത് മൊത്തത്തിൽ കവർ ചെയ്ത് കൺഫർമേഷൻ വാങ്ങിയൊരു സ്റ്റോറിയാണ്. അപ്പം സ്റ്റേറ്റ് ഇങ്ങനെ പറയാണ്, നമ്മളിങ്ങനെ നമ്മളെ ഇടയിൽ കുറേ ബംഗാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്നു. നേരത്തെ, അതായത് സ്വാഭാവികമായിട്ട് മൈഗ്രേഷൻ്റെ പ്രശ്നം ഉണ്ടാവുന്നതാണ് അതിൻ്റോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റേറ്റുകളായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ, സിക്കിം, ആസാം, ത്രിപുര, ആ ഭാഗത്തായിരിക്കാം. പക്ഷെ നോക്ക്, ഇങ്ങേയറ്റത്തായിട്ടുള്ള ഗുജറാത്ത് പോലും അവരുണ്ട്. അതായത് വെസ്റ്റേൺ ബോർഡറായിട്ടുള്ള ഗുജറാത്ത് വരെ അവരെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തം ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഇവരെ ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആസാം ചെയ്തവരെ നമ്മൾ എന്താക്കണം, ഒരു NRC, നാഷൻ വൈഡ് NRC, BJPയുടെ മാനിഫെസ്റ്റോയിൽ 2019 കൊണ്ടുവന്ന സാധനമായിട്ടുള്ള NRC വരണം എന്ന് ഇന്ത്യ പറയാണ്. അന്നേരം നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാരും സത്യമല്ലേ, ഗുജറാത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവില്ലേ, ഓല് നമ്മളെന്തെല്ലോ എടുത്തു കളയുന്നുണ്ടാവില്ലേ, എന്നാൽ നടക്കട്ടെ. ഇപ്പോൾ CA തുടങ്ങിയ സമയത്ത് CAൻ്റെ സമരം മുറുങ്ങുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ പലരും പറഞ്ഞായിട്ട് പെങ്ങന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അന്തിച്ചർച്ചയിൽ കാരണവന്മാരൊക്കെ ഇരുന്നിട്ട് CA കൊണ്ട് നമുക്ക് എന്താ പ്രശ്നം, നമുക്കൊരു പ്രശ്നമില്ലല്ലോ, അത് വന്നോട്ടെ, നമ്മളെ പേപ്പറുകളൊക്കെ ശരിയല്ലേ എന്നുള്ള രീതിയിൽ കുത്തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളും സ്വാഭാവികമായിട്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റുഡൻറ് ലെഡ് പ്രൊട്ടസ്റ്റ് നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇത് ഓക്കെ അല്ലേ എന്ന് വിചാരിക്കും. ആ രീതിയിൽ അന്നേരം NRCനെ കുറിച്ച് ആൾക്കാരും വിചാരിക്കും. പക്ഷെ ആ പ്രോസസ്സ് നിങ്ങൾ ആസാമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് ബേസിക്കലി മുസ്ലിങ്ങളുടെ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന വംശഹത്യ എന്നുള്ളൊരു പ്രൊജക്റ്റിൽ ഇതേ സംഗതിയാണ്, ഇതേ പൗരത്വത്തിൻ്റെ പേരിലാണ്, പൗരത്വത്തിൻ്റെ സംശയത്തിലൂടെയാണ് എന്തുള്ളത് റോഹിംഗ്യയും പോയിട്ടുള്ളത്. അവർ അവരുടെ സ്റ്റേറ്റ് പോളിസികൾ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, അതേ പോളിസിയാണ് ഇന്ത്യയിലും ഷിഫ്റ്റായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് അല്ലെങ്കിൽ ചുട്ടുകൊന്നു എന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾക്ക് സുപരിചിതമല്ലെങ്കിലും നമ്മളുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ജീവിതത്തിന് തകിടം മറിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സായിട്ട്, ഒരു പ്രൊജക്റ്റായിട്ട് അത് മാറും. അതിൻ്റെ കൂടെ എത്രത്തോളം നമ്മൾ കമ്പാഷനേറ്റ് ആണ് അല്ലേ എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. നമ്മളുടെ ഒരു ദേശീയതയ്ക്ക് അപ്പുറത്തേക്ക് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റിയാൽ, റോഹിംഗ്യക്കെതിരെ ഇന്ത്യൻ സ്റ്റേറ്റ് നടത്തിയത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ അത് നമ്മളടുത്തേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ഭീതിതമായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുള്ളൂ. ആസ് എൻ അഡ്വക്കേറ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, റോഹിംഗ്യയുടെ ഈ വിഷയവും നമ്മൾ അറിയണം. അതെങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളിലെ അതൊരു റൂട്ട് മാപ്പാണ്. അതെന്തായാലും അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കുമാണ്. അത് നമുക്കിപ്പോൾ ലോജിക്കായിട്ട് തോന്നില്ലെങ്കിലും അതിലേക്കാണ് എത്തുക എന്നുള്ളതിൽ ഒരു സംശയവുമാണ്. നമ്മളപ്പോൾ അതിൽ ഈ ഒരു വിഷയത്തിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത്, ഈ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഇത് അറിയാത്ത കുറേ മനുഷ്യന്മാരുണ്ടാവും, ഈ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു സാധനമാണ്. ഇത് ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മളും ഒരു നിലക്ക് അതാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പിന്നെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക.
ഇത് സ്വാഭാവികമായിട്ടും ഇത് എഫക്റ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ മുസ്ലിംസ് എപ്പോഴും ഒരു റെസിലിയൻ കമ്മ്യൂണിറ്റിയാണ്. ഒരു ഫൈറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന, അതിൻ്റെ പാഠങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. എപ്പോഴും ഭയങ്കര വിക്ടിംഹുഡ് ആയതുകൊണ്ട് ഹിന്ദുക്കൾ എപ്പോഴും പറയുന്ന ഒരു സാധനം, ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പറയുന്ന സാധനമാണ്. മുസ്ലിങ്ങളാണ് ഭയങ്കര പ്രശ്നക്കാരായിട്ടാണ്. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷമാണ്, പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെ എപ്പോഴും ഉറക്കം കെടുത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട്, അവരുടെ ഒരു ഭയങ്കര ഇൻസെക്യൂറായിട്ട് ആക്കുന്ന ഗ്രൂപ്പായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു 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 ബോധ്യമുണ്ട്, ഫൈറ്റ് ചെയ്യാനുള്ള, റെസിലിയൻ്റ് ആവാനുള്ള ഒരു ബോധ്യം. ഇസ്ലാമിൻ്റെ തിയോളജിയായിട്ട് വളരെ അടുത്തിറക്കുന്ന ഒരു സാധനമാണ്. ഹിജ്റ ഭയങ്കര പ്രധാനമായിരുന്നു. ഹിജ്റക്ക് മുന്നേ ഉള്ള ഈ പറയുന്ന ഒരു സീജിൽ കടന്നുപോയ സമയം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം. അപ്പം അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമൊക്കെ പഠിച്ചൊരു മുസ്ലിമിന് ഇതിനെ അഭിമുഖീകരിക്കാനുള്ള പല വഴികളും മനസ്സിൽ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കിട്ടുന്ന പലതും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുക്കില്ല. അതായത് നാളത്തെ ഒരു ബോട്ട് തടയാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത്. അതൊരു ഈസി ടാസ്കും അല്ല. നമ്മൾ സ്റ്റേറ്റ് ടാർഗറ്റ് ചെയ്യും, നമുക്കെതിരെ വലിയ വിമർശനങ്ങൾ വരും, കോടതി നമ്മൾ ഇതൊരു കെട്ടുകഥയാണെന്ന് പ്രഖ്യാപിക്കും. ഇതൊക്കെ നടക്കുമെങ്കിലും ഇതിനെ എന്തായിരുന്നു, ലിബറേഷൻ ഈസ് വിത്തിൻ അവർ റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പലസ്തീനിയൻ ഒരു പ്ലക്കാർഡാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളിതിനെ മറിച്ചിടും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഈ പണി ഏകദേശം ഒരു ദിവസം എന്തായിരുന്നു ഒരു ഇടവേള പോലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു ഒരു വർത്താനം എന്നുള്ള മനസ്സിലായി ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് ദ ചാലഞ്ചസ്, ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഫേസ്, ബട്ട് വി വിൽ ഫൈറ്റ് ബാക്ക്, വി വിൽ ഫൈൻഡ് അവർ വേസ്, വി വിൽ ഫൈൻഡ് ഹൗ we'll turn around and we'll look them in their eyes and we are going to fight back. അത് ഇവിടുത്തെ ഏറ്റവും എന്തായിരുന്നു പൊളിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഞാനൊരു സെമിയുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കഥ പറഞ്ഞാൽ, സെമിയുള്ള ഹാപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരാളാണ്. അവിടെ കാസിം, ഹാപ്പൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 1 മണിക്കൂറേ ഉള്ളൂ. ഇവിടെ UP-യിലുള്ള സെമിയുള്ള തന്നെ കാണാൻ പോകുന്നത് കഴിഞ്ഞ നോമ്പിനാണ്. കഴിഞ്ഞ നോമ്പിനാണ് പോകുന്നത്. അപ്പോൾ സെമിയുള്ള ഏകദേശം 70 വയസ്സുള്ള ആളാണ്. അയാൾ എന്താണ്, കാസിം എന്നുള്ള ആളെ ഒരു അവിടുത്തെ അടുത്ത ഗ്രാമത്തിലുള്ള ആളുകൾ ലിഞ്ചി ചെയ്യുന്നത് കണ്ടപ്പോൾ അത് തടയാൻ വേണ്ടി പോയ, അന്നേരം ഒരു 10 വർഷം മുന്നേ ഒരു 60 വയസ്സുള്ള സെമിയുള്ള എൻ്റെ ഫോട്ടോ കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യമൊക്കെ മനസ്സിലാവും. അയാൾ രക്ഷിക്കാൻ പോയി കാസിമിനെ, പക്ഷേ അയാളെയും അടിച്ച് അയാൾ മരിച്ച് എന്നുള്ള രീതിയിൽ അവർ വിചാരിക്കുകയും കാസിം മരിക്കുന്നുണ്ട്, ലിഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സെമിയുള്ളതിൻ്റെ ബോഡി പിടിച്ചുകൊണ്ട് വന്നതിൻ്റെ ഫോട്ടോ ഒന്ന് ഭയങ്കര വൈറലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് മുന്നിൽ നിന്നുകൊണ്ട് 4 കയ്യും കാലിങ്ങനെ തൂക്കിയിട്ട് മറ്റേ നമ്മൾ അത്രയും ഒരു ഇൻഹ്യൂമനായിട്ട് പിടിച്ചുകൊണ്ടുപോവുക ചെയ്യുന്നത്. ആ സെമിയുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഈ പറയുന്ന ആൾക്കാർക്കെതിരെ കേസ് നടത്തി ഇന്ത്യയിൽ ഏക മോബ് ലിഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ ഫൈറ്റ് ചെയ്ത് അതിൻ്റെ അറ്റം കണ്ട്, അതായത് 6 വർഷം എടുത്തു തോന്നുന്നു ആ ഫൈറ്റ് തീരാൻ. ചെയ്തിട്ട് അവർക്ക് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുത്തൊരു മനുഷ്യനാണ് സെമിയുൾ. 70-ാം വയസ്സിൽ BJP സ്റ്റേറ്റിൻ്റെ അകത്ത്, അതായത് ഈ ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ട്, ഹാപ്പൂറിൽ നിന്നുകൊണ്ട് ഈ പ്രതികൾ എന്നുള്ളത് തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള എന്തായിരുന്നു അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതിനൊന്നും വകവരുത്താണ് എന്തൊക്കെയാണ് അയാളൊക്കെ. സെമിയുൾ ഞാൻ കാണുന്നത് അന്ന് നോമ്പ് കാലായിരുന്നു. ഇവിടുത്തെ ചൂട്ടിൽ ഞാൻ ബൈക്ക് എടുത്തതിനും പോയത്, അവശനായിട്ട് വീണ് ആ പള്ളിയിൽ നിൽക്കുമ്പോൾ, പള്ളി മൊത്തം കാര്യമാകുമ്പം ഫ്രണ്ടിൽ ഒരാൾ ഏറ്റവും മുന്നിൽ, ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരാൾ മാത്രം ഖുർആൻ ഓതി കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു സെമിയുള്ള എവിടെയാണെന്ന് വെച്ച് പറഞ്ഞാൽ അയാളാണ് സെമിയുള്ള. അപ്പം നമ്മളുടെ ഉള്ളിൽ ഈ സാധനം ഫൈറ്റ് ചെയ്യാനുള്ള പലതും നമ്മൾ
പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്ന് പൊടി തട്ടിയെടുത്താൽ മതി. 70 വയസ്സുള്ള സെമിയുടെയും ഈ 19-16 വയസ്സുണ്ടായിരുന്ന ഇപ്പോൾ 23 വയസ്സുള്ള 26 വയസ്സുള്ള റിസ്വാൻ സൈഫിയും ഈ റോഹിംഗ്യ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോഴും നമ്മളോട് സംസാരിക്കാൻ മുന്നിൽ വരുന്നത് മുഹമ്മദ് ഇസ്മായിലൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി. നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു രൂപം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതിലൊരു തർക്കവും വേണ്ട. അപ്പോൾ പ്രതീക്ഷയോടുകൂടി നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, മോശം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. ഭയങ്കര ഡാർക്കാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇതുപോലെ ഇരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ആരെങ്കിലും എന്നോട് നല്ല മറ്റേ സിനിമയെ കുറിച്ചോ ഭക്ഷണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ചോ അല്ല യാത്രേനെ കുറിച്ചോ സംസാരിക്കാനൊക്കെ ഇരിക്കും എന്നുള്ളത്. പക്ഷെ എപ്പോഴും ഇത് തന്നെയാണ് ആൾക്കാർ ചോദിക്കാൻ വരിക. വേറൊരു എപ്പിസോഡ് നിങ്ങൾ അടിപൊളി പരിപാടി കേട്ടോ. 2 വട്ടം എന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് ഫർമീസ്ക ഇതിൽ വന്നിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കാശ്മീരിലേക്ക് ആളുകളെ കൊണ്ടുവരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അതിന് കാരണം പറയാൻ പറ്റിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് കാശ്മീരിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ രൂക്ഷമായുള്ള ഭാഷയിലല്ല പറഞ്ഞത്. അതൊരിക്കലും ഒരു നോർമലൈസേഷൻ ആയി പോകരുത്, അവരുടെ പ്രശ്നങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത് പറഞ്ഞ അസ്ലഹിൻ്റെ ഡയലോഗാണ്. അസ്ലഹ് പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ പകുതികളെ അർദ്ധസത്യങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് ജോലിക്ക് ചോദിച്ചു പോയതാണ്. ജോലി ചോദിച്ചു പോയതല്ല, മൂപ്പരുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ കൂടാമെന്നുള്ള രീതിയിൽ പോയതാണ്. 2000 രൂപയല്ല കൊടുത്തത്, ഉമ്മാൻ്റെ ആയിരുന്നു 10,000 രൂപ എടുത്തിട്ടാണ് മക്തൂബിൽ ചേർന്നത്. അത് കൈക്കൂലിയേറ്റ് വേണം കൂട്ടാം. ഇത് ഇൻസൈഡ് ജോക്ക് മനസ്സിലാവണമെങ്കിൽ ആ എപ്പിസോഡ് കാണണം. അതെ, ആ എപ്പിസോഡ് കാണാം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്.